Good morning, everyone. Welcome to our 24/7 Malayalam channel. And എൻ്റെ പേര് റിൻഡു സെബാസ്റ്റ്യൻ, ഇംഗ്ലീഷ് ഫാക്കൽറ്റി ആണ്. അപ്പോൾ നമുക്ക് ഹിന്ദു എഡിറ്റോറിയൽ ഡിസ്കസ് ചെയ്യാമല്ലേ ഇന്ന്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ദ ഹിന്ദു എഡിറ്റോറിയൽ ഓഫ് 8 November 2021. അപ്പോൾ ഇന്ന് നമ്മുടെ ഹിന്ദു ന്യൂസ് പേപ്പറിൽ വന്നിരിക്കുന്ന എഡിറ്റോറിയൽ സെഷനിലെ മെയിനായിട്ട് വന്നിരിക്കുന്ന ആർട്ടിക്കിൾസ് ഏതൊക്കെയാണ്, അവിടെ വന്നിരിക്കുന്ന ഗ്രാമർ സ്ട്രക്ചേഴ്സ്, ഇംഗ്ലീഷ് വൊക്കാബ് ഏതൊക്കെയാണെന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം, ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മുടെ റെഗുലറായിട്ട് നമ്മൾ ഒരു കോട്ട് പറയും, അതിനുശേഷം നമ്മൾ നേരെ പോകുന്ന ആർട്ടിക്കിൾ ഏതൊക്കെയാണെന്ന് പറയുന്നു. അതിനുശേഷം നമ്മൾ നമ്മുടെ ഫ്രേസൽ വെർബ്സ് ആൻഡ് ഇഡിയംസ് നോക്കും. എന്നിട്ട് നമ്മൾ നേരെ പോകുന്നത് സിനോണിംസ്, ആന്റണിംസ്, റിലേറ്റഡ് വേർഡ്സ് ഒക്കെ നോക്കുന്നു. ദെൻ നമ്മൾ ആർട്ടിക്കിൾ ഡിസ്കഷൻ, പിന്നെ നമുക്ക് കഴിഞ്ഞ ദിവസം സ്പോട്ട് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുന്നു. ഇന്നത്തെ സ്പോട്ട് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ഹോംവർക്ക് തരുന്നു. ദാറ്റ്സ് ഹൗ വി സ്റ്റാർട്ട് അവർ ലെസൺസ് ആൻഡ് ദാറ്റ്സ് ഹൗ വി ഡു, അല്ലേ? അങ്ങനെയാണ് നമ്മുടെ ക്ലാസ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ വെയിറ്റ് ചെയ്യേണ്ട, ഒരുപാട് നേരം വെയിറ്റ് ചെയ്തല്ലേ. ലെറ്റ് സ്റ്റാർട്ട്. അപ്പോൾ നമ്മുടെ നിങ്ങൾക്കറിയാം, നമ്മുടെ നവംബർ മാസം ആണ്, നമ്മൾ എല്ലാ എക്സാമും വരുന്ന ഒരു ടൈമൊക്കെ ആയില്ലേ. അപ്പോൾ നമ്മൾ എന്തായാലും പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ഡിഗ്രി പ്രിലിംസിൻ്റെ പ്രിപ്പയർ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും പ്രാക്ടീസ് ചെയ്യുക കേട്ടോ, ആൻഡ് ഗെറ്റ് സക്സസ്. അപ്പോൾ നമ്മുടെ പ്രൊഡക്ട്സിനൊക്കെ 12% ഡിസ്കൗണ്ട് ഉണ്ട്. Y314 എന്ന കോഡ് മറക്കണ്ട കേട്ടോ, Y314. അപ്പോൾ നിങ്ങൾ ഏതൊരു കോഴ്സ് പർച്ചേസ് ചെയ്യുമ്പോഴും, ടെസ്റ്റ് സീരീസ് ആയിക്കോട്ടെ, ഇ ബുക്ക് ആയിക്കോട്ടെ, പർച്ചേസ് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് 12% ഡിസ്കൗണ്ട് ലഭിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ കേരള വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റിന്റെ 2ാമത്തെ ബാച്ച് നമ്മൾ തയ്യാറെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ നവംബർ 16 തീയതി ആരംഭിക്കുന്നു. ആർക്കെങ്കിലും താല്പര്യമുണ്ട് ജോയിൻ ചെയ്യാനെങ്കിൽ ഉറപ്പായിട്ടും ജോയിൻ ചെയ്യണം കേട്ടോ. അതുപോലെ ടാർഗറ്റ് ഹൈക്കോർട്ട് എന്ന് പറഞ്ഞ് നമ്മൾ ഹൈക്കോർട്ടിന്റെ ഒരു ക്രാഷ് ബാച്ച് കൂടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നവംബർ 1. ഒരു ആഴ്ച പിന്നിടുന്നു. അപ്പോൾ നമുക്ക് 3 ക്ലാസ്സുകളാണ് ഡെയിലി ഉള്ളത്, ആൻഡ് സൺഡേ ടു സാറ്റർഡേ ക്ലാസ്സുകളുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും ഇനിയും പങ്കെടുക്കണം, നമ്മുടെ കോഴ്സിൽ ചേരണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ജോയിൻ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ കോഡ് മറക്കണ്ട, Y314. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം നമ്മുടെ കോട്ടിലോട്ട്. ഓക്കെ, സോ ഇഫ് യു നെവർ നോ ഫെയിലിയർ യു വിൽ നെവർ നോ സക്സസ്. നമുക്കറിയാം അല്ലേ, നമുക്ക് പരാജയപ്പെടാത്ത ഒരാൾക്കും ഒരിക്കലും എന്താണ് വിജയമെന്ന് അറിയത്തുണ്ടാവില്ല. കാരണം അതാണ്, ലൈഫ് ഇസ് ലൈക്ക് ദാറ്റ് അല്ലേ. ലൈഫ് എന്ന് പറയുന്നത് അങ്ങനെയാണ്. പരാജയപ്പെട്ടാൽ നമുക്ക് ആ പരാജയത്തിന്റെ ആ ഒരു സുഖം അല്ലെങ്കിൽ ആ സങ്കടം അറിഞ്ഞവർക്ക് സക്സസ് എന്താണ്, വിജയം എന്താണെന്ന് അറിയാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് നോക്കാം. അതുകൊണ്ട് പരാജയപ്പെട്ടു, ഒരു തവണ പരാജയപ്പെട്ടു, ഇനി ഞാൻ ഇല്ല എന്നൊന്നും വിചാരിക്കരുത് കേട്ടോ. മൂവിങ് ഓൺ, ലെറ്റ് സ്റ്റാർട്ട് വിത്ത് ടുഡേയ്സ് ഫ്രേസസ് ഒക്കെ നോക്കാം, ഇഡിയംസ് ഒക്കെ ഏതൊക്കെയാ നോക്കാം. ഓക്കെ, അപ്പൊ ഇന്ന് 2 ആർട്ടിക്കിളാണുള്ളത്. ഒന്ന് നമ്മുടെ ഇന്ത്യൻ സിനേറിയോയിൽ പ്രൈസ് ഹൈക്കിനെ പറ്റി, ഫ്യൂൽ പ്രൈസ് ഹൈക്കിനെ പറ്റി ഒരെണ്ണമുണ്ട്. 2ാമത്തെ ആർട്ടിക്കിൾ എത്യോപ്യൻ ക്രൈസിസിനെ പറ്റിയാണ്. എത്യോപ്യയിലുള്ള ക്രൈസിസ്, മിലിറ്ററി ആൾക്കാരും അതുപോലെ അവിടുത്തെ റൂളേഴ്സും തമ്മിലുള്ള ഒരു ക്ലാഷിനെ പറ്റിയുള്ള ഒരു പൊളിറ്റിക്കൽ സിനേറിയോ ഉള്ള ഒരു ആർട്ടിക്കിൾ ഉണ്ട്. അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ഒബിയസ്ലി നമ്മുടെ പ്രൈസ് ഹൈക്കിനെ പറ്റിയുള്ള, ഫ്യൂൽ പ്രൈസിനെ പറ്റിയുള്ള ആർട്ടിക്കിൾ ആയിരിക്കും കേട്ടോ. അപ്പൊ നമുക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം. ഇഡിയംസ് ആൻഡ് ഫ്രേസസ്. ഓക്കെ, ഗുഡ് മോർണിംഗ് എവ്രി വൺ ആൻഡ് ഗ്രേറ്റ് ഡേ. യെസ്, വാട്ട് എ ഗ്രേറ്റ് ഡേ അല്ലേ. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. യെസ്, അപ്പൊ നോക്കുന്നത് ഇഡിയംസ് ആൻഡ് ഫ്രേസസ്. കോപ്പ് വിത്ത് നോക്കുക. പലരും തെറ്റായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഇഡിയം, ഒരു ഫ്രേസ് ആണിത്. കോപ്പ് അപ്പ് വിത്ത് എന്ന് പറയും. കോപ്പ് അപ്പ് വിത്ത് എന്ന് പറയരുത്, ദാറ്റ്സ് റോങ്. കോപ്പ് വിത്ത് സംതിങ് എന്ന് പറഞ്ഞാൽ ടു ഡീൽ വിത്ത് സംതിങ്. എന്തെങ്കിലും ഒരു പ്രശ്നം, ഒരു പ്രതിസന്ധി ഉണ്ടെങ്കിൽ അതിനെ ഡീൽ ചെയ്യാൻ, അതിനെ ടാക്കിൾ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ആ രീതിക്ക് പറയുന്ന പേരാണ് കോപ്പ് വിത്ത്. ഡോണ്ട് സേ കോപ്പ് അപ്പ് വിത്ത്. കോപ്പ് അപ്പ് വിത്ത് എന്ന് പറഞ്ഞ യൂസേജ് ഇല്ല കേട്ടോ. ഓർക്കുക, നമ്മൾ ഒരുപാട് തവണ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ് കോപ്പ് അപ്പ് വിത്ത്. കോപ്പ് അപ്പ് ചെയ്യുന്നത് എങ്ങനെ, നീ ഇതിനെ കോപ്പ് അപ്പ് ചെയ്യാന്ന് ചോദിക്കും. ഹൗ ഡു യു കോപ്പ് വിത്ത് ദ സിറ്റുവേഷൻ? ഹൗ ഡു യു കോപ്പ് വിത്ത് ദ സിറ്റുവേഷൻ? നീ എങ്ങനെയാ ഈ സിറ്റുവേഷനിലൂടെ എങ്ങനെ കടന്നു പോകുന്നത് അല്ലേ? എങ്ങനെയാ? കോപ്പ് അപ്പ് വിത്ത് എന്ന യൂസേജ് ഇല്ല കേട്ടോ. ഒന്നുകൂടെ പറയുന്നു, കോപ്പ് വിത്തേ ഉള്ളൂ. ഹൗ ഡു യു കോപ്പ് വിത്ത് ദ സിറ്റുവേഷൻ? എങ്ങനെ ഈ സിറ്റുവേഷനിലൂടെ നീ കടന്നു പോകുന്നത് അല്ലേ? വി ക്യാൻ ഓൺലി കോപ്പ് വിത്ത് ദി സിറ്റുവേഷൻ ബൈ ഹാർമണി അല്ലേ. ഒരുമിച്ച് സമാധാനത്തോടെ മാത്രമേ പോകാൻ പറ്റുള്ളൂ. ഓക്കെ അനി, അപ്പൊ ഇന്ന് നല്ല കോട്ടാന്നാണോ പറയുന്നത്? ഓക്കെ, ശരി. അപ്പൊ അല്ലാത്ത ദിവസമൊക്കെ ഞാൻ കോട്ട് കൊള്ളില്ലാത്ത കോട്ടാന്നാണോ അനി പറയുന്നത്? ഓക്കെ, എനിവേ മൂവിങ് ഓൺ. അടുത്ത് നോക്കിക്കേ, കോൾ ഔട്ട്. കോൾ ഔട്ട്, നിങ്ങൾ കോൾ ഔട്ട് കേട്ട് പരിചയം ഉണ്ടായിരിക്കും അല്ലെ. കോൾ ഔട്ട്, കോൾ ഇൻ എന്നൊക്കെ നമ്മൾ എപ്പോഴും ഡിസ്കസ് ചെയ്ത കുറച്ച് ഫ്രേസൽ വേർബിലാണ് കോൾ ഔട്ട്. കോൾ ഔട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഇപ്പം ദ മിനിസ്റ്റർ കോൾ ഔട്ട് ദി CM ഓഫ് ദ പ്രൈം മിനിസ്റ്റർ കോൾ ഔട്ട് ദി ചീഫ് മിനിസ്റ്റേഴ്സ് ഓഫ് ദ സ്റ്റേറ്റ്സ് എന്ന് പറഞ്ഞാൽ സമൺഡ് എന്നാണ് അർത്ഥം. കോൾഡ് ഔട്ട്, ദ പ്രൈം മിനിസ്റ്റർ കോൾഡ് ഔട്ട് ദ മിനിസ്റ്റേഴ്സ് ഓഫ് ദ സ്റ്റേറ്റ്സ് എന്ന് പറഞ്ഞാൽ, ചീഫ് മിനിസ്റ്റേഴ്സ് ഓഫ് ദ സ്റ്റേറ്റ്സ് എന്ന് പറഞ്ഞാൽ സമൺ ചെയ്തു എന്നർത്ഥം. മനസ്സിലായോ? അപ്പോൾ വിളിക്കുക, അതാണ് അർത്ഥം കേട്ടോ, കോൾ ഔട്ട് എന്നുള്ള ഫ്രേസൽ വേർബിന്റെ അർത്ഥം. ഓക്കെ, എന്നാ
അടുത്ത നോക്കിക്കോ, കോളക്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം വിസിറ്റ് ചെയ്യുക. കോളിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരാളെ എന്താ ഹെൽപ്പിന് വിളിക്കുക എന്നൊക്കെയാണ് അർത്ഥം. വിളിക്കുക, ഹെൽപ്പിന് വിളിക്കുക, അല്ലെങ്കിൽ അസിസ്റ്റൻസിന് വിളിക്കുക, അല്ലെങ്കിൽ മറ്റേ കോളിൻ പ്രോഗ്രാം ഒക്കെ കേട്ടിട്ടുണ്ടാവല്ലോ. അപ്പോൾ അങ്ങനെയുള്ള യൂസേജ് ഉണ്ട്. യാ, ഇറ്റ്സ് ഡിഫിക്കൽട്ട് ടു കോപ്പ് വിത്ത് ഫെയിലിയേഴ്സ് ഇൻ ലൈഫ്, ഓഫ് കോഴ്സ്. അനിയല്ലേ ഇത് പറഞ്ഞത്? അനിയല്ലേ ഇത് പറഞ്ഞത്? വേറെ ആരോ ആണ് പറഞ്ഞത്. അനി പറഞ്ഞായിട്ട് എനിക്ക് തോന്നി. ഓക്കെ, സോറി അനി, സോറി അനി, ഇന്ന് എൻ്റെ ഇതാണ്. ഓക്കെ, എനിവേ മൂവിങ് ഓൺ. അടുത്ത് നോക്കാം, ഹിഞ്ച് ഓൺ. ഹിഞ്ച് ഓൺ നോക്കാം. ഹിഞ്ച് എന്ന വാക്കിന്റെ അർത്ഥം എന്താണെന്നറിയോ? കണക്ട് ചെയ്യുന്ന നമ്മുടെ ഈ ഒരു കണക്ട് ചെയ്യുന്ന ഒരു പിന്ന്, അല്ലെങ്കിൽ കണക്ട് ചെയ്യുന്ന ഒരു കണക്ടർ ആയിട്ടുള്ള ജോയിന്റ് എന്നൊക്കെയാണ് ഹിഞ്ച് എന്നർത്ഥം. എന്നാ നൗൺ കേട്ടോ. എന്നാൽ ഹിഞ്ച് ഓൺ എന്ന ഫ്രേസൽ വേർബിന്റെ അർത്ഥം ടു ബി ഡിറ്റർമിൻഡ് ഓർ ഡിസൈഡഡ് ബൈ സംതിങ്. അപ്പോൾ എന്തിനേലും ഒരു കാര്യം ഡിസൈഡ് ചെയ്യുന്നത് ഇതാണ്. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ഹൗ യു ബിഹേവ് എന്ന് പറയില്ലേ. സോ ഇറ്റ് വിൽ ഹിഞ്ച് ഓൺ, അല്ലെങ്കിൽ യുവർ റിസൾട്ട്സ് വിൽ ഹിഞ്ച് ഓൺ ദി പ്രാക്ടീസ് or hinge on how you behave, on the practice you make or the practice you have done. അല്ലെങ്കിൽ the results will hinge on how you behave in your exams or how you study hard എന്നുള്ള രീതിയിൽ, how you study എന്നുള്ളത്. അപ്പം ഹിഞ്ച് ഓൺ ചെയ്യാന്ന് പറഞ്ഞാൽ ടു ബി ഡിറ്റർമിൻഡ് ഓർ ഡിസൈഡഡ് ബൈ സംതിങ്. അപ്പൊ നീ ഇങ്ങനെ നടന്നു, ഇതിൻ്റെയൊക്കെ കാരണമാണ് നിന്റെ പ്രവൃത്തി ആയിരിക്കും ഇതിന്റെ റിസൾട്ട് ആവുക. ടു ബി ഡിറ്റർമിൻ ചെയ്യുന്നത് അല്ലേ? നിങ്ങളുടെ അല്ലെ ഇന്റർവ്യൂവിന് പോയിട്ടുണ്ട്, യുവർ പെർഫോമൻസ് വിൽ ഹിഞ്ച് ഓൺ ഹൗ യു പെർഫോം ഇൻ ദി, അല്ലെങ്കിൽ ഹൗ യു ബിഹേവ്, ഹൗ യു ഗെറ്റ് മാർക്സ് ഇൻ ദ ഇന്റർവ്യൂ എന്നൊക്കെ പറയാറില്ലേ. അപ്പോൾ അതാണ് ഹിഞ്ച് ഓൺ എന്ന വാക്കിന്റെ അർത്ഥം. ഓർത്ത് വെച്ചോണേ. ഓക്കെ, അടുത്തത്, വി നീഡ് ടു കോപ്പ് വിത്ത് ദി ക്ലൈമാറ്റിക് ചേഞ്ച് ഇൻ ദ കമ്മിങ് ഫ്യൂച്ചർ. ഓക്കെ, or else move sustainable. Okay, they can cope with every situation due to their willpower. Okay, the rescue team found it difficult to cope with the worst climate. Great. Now it's very difficult to cope with GK and current affairs in PSC exams. Yes, we have to cope with every clients. Yes, principal call out the annual academic audit. Yes, അക്കാഡമിക്കിന്റെ സ്പെല്ലിംഗ് എബില ACADEMIC, രണ്ടും ഉൾട്ടായി പോയി. സി കഴിഞ്ഞിട്ട് ഈ അല്ല വരേണ്ടത്, മനസ്സിലാവും, ഉൾട്ടായി പോയി. ഒന്ന് ശ്രദ്ധിക്കാം. നെക്സ്റ്റ്, ദ ഗവൺമെന്റ് ഹാവ് ടു കോപ്പ് അപ്പ്. കണ്ടോ വിഷ്ണു, ദാ പ്രശ്നം. കോപ്പ് അപ്പ് വിത്ത് അല്ല വിഷ്ണു, നോക്കി, കോപ്പ് അപ്പ് വിത്ത് ഇസ് റോങ്. എങ്ങനെ പറയണം? ദ ഗവൺമെന്റ് ഹാവ് ടു അല്ല ഹാസ് ടു. ഹാവ് ടു അല്ല, ഹാവ് എന്ന് പറയുമ്പോൾ ഗവൺമെന്റ് രണ്ടുണ്ടോ? ഇല്ല, ഗവൺമെന്റ് ഒരു ഗവൺമെന്റാ. അപ്പൊ ഗവൺമെന്റ് ഹാസ് ടു cope with, not cope up with, cope with a very difficult situation after the pandemic. Pandemics alla, pandemic. Okay, അടുത്തത്, her journey was from coping with new situation. Was from എന്ന് പറയില്ല, journey was വേണേ അത് പറയാം, തെറ്റ്, ഗ്രാമാറ്റിക്കൽ എറർ ഇല്ല. was from coping with a new situation to enjoying it. Okay, backed up by, yes, backed up by അത് പറയാം കേട്ടോ. yes, hinge on, yes. അടുത്ത് നോക്കിയേ, ഹോൾഡ് ബാക്ക്. ഹോൾഡ് ബാക്ക് എന്ന് പറഞ്ഞാൽ ടു സ്റ്റോപ്പ് someone from doing something. അപ്പോൾ ഹോൾഡ് ബാക്ക്, ഡോണ്ട് ഹോൾഡ് ബാക്ക് യുവർ ടാലൻസ്. ഡു നോട്ട് ഹോൾഡ് ബാക്ക് യുവർ ടാലൻസ്. കേട്ടിട്ടില്ലേ? ഹോൾഡ് ബാക്ക് ചെയ്യരുത്. ഡോണ്ട് സ്റ്റോപ്പ് ഡൂയിങ് സംതിങ് അല്ലേ? ഡോണ്ട് സ്റ്റോപ്പ് someone. നീ നിന്നെ തന്നെ ഇങ്ങനെ ഇതാക്കല്ലേ, സ്റ്റോപ്പ് ചെയ്യരുത്. യു ക്യാൻ അച്ചീവ് ഹയർ, യു ക്യാൻ സ്ട്രൈവ് ഹയർ, യു ക്യാൻ അച്ചീവ് മോർ. ഡോണ്ട് ഹോൾഡ് ബാക്ക് എന്ന് കേട്ടില്ലേ? അപ്പോൾ ചില സമയത്ത് നമ്മൾ പറയും ഹോൾഡ് ബാക്ക് യുവർ ആങ്കർ എന്ന് കേട്ടിട്ടുണ്ടോ? ഹോൾഡ് ബാക്ക് യുവർ ആങ്കർ എന്ന് പറഞ്ഞാൽ ദേഷ്യം ഇങ്ങനെ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കരുത്. ഹോൾഡ് ഇറ്റ് എന്ന് പറയാറില്ലേ? സോ എന്നാ ഹോൾഡ് ബാക്ക്, ദാറ്റ് ഈസ് ഹോൾഡ് ബാക്ക്. ഓക്കെ, ശ്രദ്ധിച്ചു വെച്ചോണത്. യാ, അടുത്ത്, ഇന്ത്യ കോൾ ഔട്ട് പാകിസ്ഥാൻ അംബാസഡർ ടു റിവ്യൂ ദ സിറ്റുവേഷൻ കശ്മീർ വാലി. ഇന്ത്യ കോൾ ഔട്ട് അല്ലല്ലോ, എങ്ങനെയാണ് സിജി? ഇന്ത്യ കോൾസ് ഔട്ട് അല്ലേ? സിംഗുലർ വേർബിന് സിംഗുലർ സബ്ജക്റ്റിന് സിംഗുലർ വേർബ്. യെസ്. അടുത്ത് നോക്കിയോ, somehow I cope with mother regarding my progress card. Okay, great. അടുത്തത്, പ്രിൻസിപ്പൽ കോൾ ഔട്ട് അല്ല, കോൾഡ് ഔട്ട് അല്ലെങ്കിൽ കോൾസ് ഔട്ട് ആർമി ഫോർ ഹെൽപ്പ് ഇൻ ദ നോർത്ത് ഈസ്റ്റ് റീജിയൻ. പ്രിൻസിപ്പൽ പ്രൈം മിനിസ്റ്റർ. ഓക്കെ, രേവതി അവിടെ കോൾസ് ഔട്ട് അല്ലെങ്കിൽ കോൾഡ് ഔട്ട്. 2 ദിവസം എഡിറ്റോറിയൽ ചെയ്യാതിരുന്ന ആകെപ്പാടെ എല്ലാവരും ഫ്യൂസ് പോയി കിടക്കുവാന്ന് തോന്നല്ലോ. മൈ ഫ്യൂച്ചർ ഹിഞ്ചസ് ഓൺ വാട്ട് ഐ ഡു നൗ. യെസ് വിഷ്ണു, യെസ്, എക്സാക്ട്ലി. പോലീസ് കോൾ ഔട്ട് ദ സസ്പെക്ട്. കോൾ ഔട്ട് അല്ല, കോൾ ഔട്ട്. യെസ്, പോലീസ് കോൾ ഔട്ട് ആണ്, പോലീസ് പ്ലൂറൽ ആണ്. യെസ്. ഓക്കെ, ഇറ്റ്സ് എക്സാം റിസൾട്ട്സ് ഈസ് ഹിഞ്ച് ഓൺ അല്ല, എങ്ങനെ വരണം? ഈസ് ഹിഞ്ച്ഡ് ഓൺ. അങ്ങനെയാണെങ്കിൽ ഹിഞ്ച്ഡ് കൊടുക്കുക കേട്ടോ. അങ്ങനെയാണെങ്കിൽ ഹിഞ്ച്ഡ് ഓൺ കൊടുക്കും. ഇല്ലെങ്കിൽ ഈസ്, ഇപ്പോൾ ഈസ് കഴിഞ്ഞിട്ട് V3 ഫോം വരികയാണെങ്കിൽ നമുക്കതിനെ പാസീവ് വോയിസ് ആയി. അപ്പോൾ ഈസ് ഹിഞ്ച്ഡ് ഓൺ കറക്റ്റ് ആണ്. ഓക്കെ, അല്ലെങ്കിൽ ഇറ്റ്സ് എക്സാം റിസൾട്ട് ഹിഞ്ചസ് ഓൺ, ഓർ ഇംഗ്ലീഷ് കോമ്പിറ്റൻസി എന്ന് കൊടുത്തു, അതും കറക്റ്റ് ആണ്. ഐ ഹാവ് ടു ഹിഞ്ച് ഓൺ ടു ഗെറ്റ് ദി ഫസ്റ്റ് റാങ്ക്. ഓക്കെ, ഷോ, ഗ്രേറ്റ്. ഷീ ഹാവ്
സിജി ഇന്ന് എന്താ പറ്റിയ? സിജി ഇന്ന് ഫുൾ ഉൾട്ടയാണല്ലോ. ഷീ ഹാവ് എ അല്ല, ഷീ ഹാസ് എ. ഷീ സിംഗുലർ, അതിൻ്റെ കൂടെ ഹാസ് വേണ്ടേ? ഷീ ഹാസ് എ ഹിഞ്ച് ഓൺ കംപ്ലീറ്റിംഗ് ദ ഗിവൻ ടാസ്ക് ഓൺ ടൈം. ഡോണ്ട് ഹോൾഡ് ബാക്ക് ദ ചിൽഡ്രൻ ഫ്രം പ്ലേയിങ്. ഓക്കെ. In some situation, it is always right to hold back your tongue. Yes, it is. And couldn't. അത് തന്നെ ഇൻക്ലൂഡ് ചെയ്യുന്ന നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങൾ ആകെപ്പാട് 2 ദിവസം ലീവ് എടുത്താൽ നിങ്ങൾ വേറെ ലോകത്താ. ഐ തിങ്ക് യെസ് വി നീഡ് ടു ഡു ദാറ്റ്. നെക്സ്റ്റ് വേർഡ്, പുഷ് സംതിങ് അപ്പ്. പുഷ് സംതിങ് അപ്പ്, പുഷ് സംതിങ് അപ്പ്. അറിയാം, പുഷ് ചെയ്യാന്ന് പറഞ്ഞാൽ തന്നെ ഓർത്ത് നോക്കിയേ, ഒരു ആളെ നമ്മൾ എന്താ ട്രിഗർ ചെയ്യാന്നുള്ളൊരു അർത്ഥമുണ്ട് അല്ലേ? ബട്ട് പുഷ് സംതിങ് അപ്പ് എന്ന് പറഞ്ഞാൽ, പുഷ് അപ്പ് എന്ന് പറയുന്നതിന്റെ അർത്ഥം ടു എലവേറ്റ് ഓർ ലിഫ്റ്റ് അപ്പ് സംതിങ്. ഒരു കാര്യത്തിന് നമ്മൾ എന്ത് ചെയ്യുക? എലവേറ്റ് ചെയ്യുക, ഉയർത്തുക, ലിഫ്റ്റ് അപ്പ് ചെയ്യുക. ഒരു കാര്യത്തിന് പുഷ് സംതിങ്, ഒരു കാര്യത്തിന് നമ്മൾ എന്ത് ചെയ്യുക? ഒന്ന് മുന്നോട്ട് കൊണ്ടുവരും, കുറച്ചൊരു ഇമ്പോർട്ടൻസ് കൊടുക്കുക അല്ലേ? എലവേറ്റ് ചെയ്യുന്ന തന്നെ ഓർക്കുക, സംതിങ്ങിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക നമ്മൾ. അതിനാണ് പുഷ് സംതിങ് അപ്പ് എന്നർത്ഥം. ഓർത്ത് വെച്ചോ കേട്ടോ, ടു പുഷ് സംതിങ് അപ്പ് എന്ന് പറഞ്ഞാൽ. ടു പുഷ് ദി പ്രോബ്ലംസ് ഫോർവേഡ്. പുഷ് അപ്പ് ദ പ്രോബ്ലംസ് കേട്ടിട്ടില്ലേ? പ്രോബ്ലംസിനെ നമ്മൾ എലിവേറ്റ് ചെയ്ത് കാണിക്കാറുണ്ട് അല്ലേ ചില സമയത്ത്, ടു സോൾവ് ഇറ്റ്. സോ ദാറ്റ് ഈസ് പുഷ് അപ്പ്. ഓക്കെ, യെസ്. നോക്കട്ടെ. ഇറ്റ്സ് ഡിഫിക്കൽട്ട് ടു കോപ്പ് വിത്ത് അവർ വോസ് ബട്ട് വി ഹോൾഡ് ബാക്ക് ഫ്രം ദ വോസ് ദാറ്റ് വോസ് ഇറ്റ് ഹിഞ്ച് ഓൺ യുവർ ഫ്യൂച്ചർ. ആ സെന്റൻസിന് അക്ഷത് ഒന്ന് നോക്കിയേ. ഇറ്റ്സ് ഡിഫിക്കൽട്ട് ടു കോപ്പ് വിത്ത് അവർ വോസ് ബട്ട് വി ഹോൾഡ് ബാക്ക് ഫ്രം ദ വോസ് ഫ്രം ദാറ്റ് വോസ് ഇറ്റ് ഹിഞ്ച് ഓൺ യുവർ ഫ്യൂച്ചറോ? വിച്ച് ഹിഞ്ചസ് ഓൺ ആണോ? Which hinge on your future? അതാണോ? അതാണ് കറക്റ്റ് ആണ്. യെസ്. Her death is hinge on by that criminal. Is hinged on by that criminal. അത് കൊടുക്കുക കേട്ടോ, കാരണം അത് പാസീവ് വോയിസ് ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈസ് ഹിഞ്ച്ഡ് ഓൺ, ബി പ്ലസ് V3 ഫോം വേണം കേട്ടോ. ഓക്കെ. ചൈൽഡ് ഈസ് ഹോൾഡഡ് ബാക്ക് ഫ്രം ഈറ്റിംഗ് ഐസ്ക്രീം. ഓക്കെ, ഗ്രേറ്റ്. അതെ വിഷ്ണു, എന്തൊക്കെയോ എവിടേക്കോ ഒരു തകരാറ് പറയും, എന്തോ ഒന്ന് അല്ലേ? ദർ ഇസ് സംതിങ് ഫിഷി ഹിയർ എന്ന് തോന്നുന്നുണ്ട്. ഹോൾഡ് ബാക്കിന് ഡിസഡ്വാൻറ്റേജ് എന്ന മീനിങ് ഉണ്ടോ? ഹോൾഡ് ബാക്കിന് ഡിസഡ്വാൻറ്റേജ് എന്ന മീനിങ് ഉണ്ട് കേട്ടോ. ഹോൾഡ് ബാക്ക് ഉണ്ട്. ഓക്കെ, യെസ്. ഇൻസ്റ്റെഡ് ഓഫ് പുട്ട് ഹെർ ബാക്ക്. അപ്പോൾ ഹോൾഡിന് ശേഷം നമുക്ക് ഹോൾഡ് സംതിങ് അപ്പ് ബാക്ക് എന്ന് പറയാം. കറക്റ്റ് ആണ്, കാരണം ഹോൾഡിന് ശേഷം എന്ത് കൊടുക്കുക? ഒബ്ജക്റ്റ് കൊടുക്കാം. അപ്പൊ എങ്ങനെ കൊടുക്കാം? യെസ്, യമുന, ഇൻസ്റ്റെഡ് ഓഫ് പുഷിംഗ് ഹെർ അപ്പ് he holds her back from achieving her dream. Okay, hold back. Let's check this engine works. Let's check this engine works properly ആണോ? engine works ആണോ? engine work properly അങ്ങനെയല്ലേ പറയാ? അല്ലെങ്കിൽ let us check this and check whether this engine works properly. അത് കറക്റ്റ് ആയിരിക്കും. Okay, problems of farmers in India should be push up. Yes, should be push up അല്ല, should be pushed up. should be കഴിഞ്ഞിട്ട് V3 ഫോം. ഓക്കെ, അടുത്ത് നോക്കിക്കേ, നമ്മൾ ഇന്നാൾ പറഞ്ഞൊരു യൂസേജ് ആണ് ടേക്ക് ദ ക്യൂ. ഓർമ്മയുണ്ട്? ടേക്ക് ദ ക്യൂ. നമ്മൾ ഈ നാടകത്തിനൊക്കെ പറയുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ക്യൂ കൊടുക്കും, പിന്നെ ആളുടെ ഡയലോഗ് വരുമ്പോൾ ഞാനാണ്, നമുക്ക് ആ ഓർഡർ അനുസരിച്ച് പറയും. ഇനി ആൾ പറയുന്നത് ഈ വേർഡിന് ശേഷം ഞാനാണ്, അത് ക്യൂ ആണ്, നമുക്കൊരു ക്ലൂ ആണ്. ഓക്കെ, ഇത് കഴിയുമ്പോൾ ക്യൂ, അല്ലെങ്കിൽ മ്യൂസിക്, അതൊക്കെയാണ് നമ്മുടെ ക്യൂ. ക്യൂ കിട്ടുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? അത് ഡ്രമാറ്റിക്കൽ യൂസേജ് ആണ്. ബട്ട് ഇഡിമാറ്റിക്കൽ എക്സ്പ്രഷൻ ടേക്ക് ദ ക്യൂ എന്ന് പറഞ്ഞാൽ ടു ഡു വാട്ട് ഈസ് ഡൺ ഓർ സജസ്റ്റഡ് ബൈ സംബഡി. ആരെങ്കിലും ഒരാൾ നമ്മളോട് പറയുന്ന കാര്യം അല്ലെങ്കിൽ അവർ ചെയ്ത കാര്യം നമ്മൾ അതുപോലെ തന്നെ കോപ്പി ചെയ്യുക, അല്ലെങ്കിൽ അവർ പറയുന്ന ഒരു കാര്യം, അവർ സജസ്റ്റ് ചെയ്യുന്ന കാര്യം നമ്മൾ ചെയ്യുന്നതിനാണ് ടേക്ക് ദ ക്യൂ എന്ന് പറയാം. സോ ഫോർ എക്സാമ്പിൾ, ടേക്ക് ദ ക്യൂ ഫ്രം ദ ഹയർ അതോറിറ്റീസ്, ടേക്ക് ദ ക്യൂ ഫ്രം ദ ടീച്ചേഴ്സ് എന്ന് കേട്ടല്ലേ? സോ ദാറ്റ് ഈസ് വാട്ട് ടേക്ക് ദ ക്യൂ ഈസ്. നമ്മൾ ഇന്നാൾ ഡിസ്കസ് ചെയ്ത കാര്യമാണ് കേട്ടോ. ഓക്കെ, യെസ്. The festival season pushed the economy up after a persistent sluggish caused by the COVID situation. Senate decided to hold back the implementation of CAA bill last year. Yes. The social reformers pushed up the social status of deprived class. Okay, great. Yeah. Okay. Which hinge on the future, Ashrath? Yes, Ashrath. Every time seeing that tiny rope holds me back from para jumping. Okay. അത് കറക്റ്റ് ആയിരുന്നു മോണി. ഡോണ്ട് ഡിലീറ്റ് ഇറ്റ്. ഇറ്റ് വാസ് റൈറ്റ്. അത് കറക്റ്റ് ആയിരുന്നു. Sometimes we need to hold back our emotions in order to act rationally. Yes. The apprentice took the cue by the supervisor അല്ല. ഷോ എന്ത് പറയണം? The apprentice took the cue from the supervisor. Okay. Moving on to next set. ഇന്നത്തെ synonyms and antonyms-ലോട്ട് നോക്കാം. First one is optics. നിങ്ങൾക്കറിയാം optics എന്ന് പറയുന്നത് ഒരു വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ കൂടെയാണ് അല്ലെ? വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ പെടും. എന്താണ് ഒപ്റ്റിക്സ്? എന്താണ് ഒപ്റ്റിക്സ്? ഒപ്റ്റിക്സ് എന്താണ് നിങ്ങൾക്ക് അറിയാമോ? വാട്ട് ഈസ് ഒപ്റ്റിക്സ്? പറയാമോ ഒപ്റ്റിക്സ് എന്താന്ന്? The laborers worked hard to push the machine's parts up to the first floor. Okay, push the machine's parts up to the first floor. Correct ആണ്. Okay, Vishnu. Okay, great.
told me that he wanted me to push അല്ല ശ്രുതി, wanted me to push something up because he was weak. വീക്കിന്റെ സ്പെല്ലിംഗ് WEAK ആണ് കേട്ടോ. പിന്നെ അവിടെ ടു കഴിഞ്ഞിട്ട് ED വരില്ല. wanted me to pushed വരില്ല. wanted me to push. ടു കഴിഞ്ഞിട്ട് V1 ടു ഇൻഫിനിറ്റീവ്. ഒപ്റ്റിക് ഫൈബർ കേട്ടുണ്ട്. ഒപ്റ്റിക്സ്, വാട്ട് ഇസ് ഒപ്റ്റിക്സ്? എന്താ? സ്റ്റഡി ഓഫ്, എന്താണ് ഒപ്റ്റിക്സ്? സ്റ്റഡി ഓഫ് ലൈറ്റ്സ് അല്ലേ? സ്റ്റഡി ഓഫ് ലൈറ്റ്സ്. നിങ്ങൾക്ക് ഒരു മാർക്ക് കിട്ടിയില്ല അവിടെ. സ്റ്റഡി ഓഫ് ലൈറ്റ്സ് അല്ലേ? ദാറ്റ് ഇസ് ഒപ്റ്റിക്സ്. യെസ്, ഒപ്റ്റിക്സ്. അപ്പോൾ ഒപ്റ്റിക്സ് എന്ന് നമ്മൾ അല്ലാതെ നൗൺ ആയിട്ട് ഉപയോഗിക്കുമ്പോൾ അതിന്റെ മീനിങ് ഉണ്ട് പെർസെപ്ഷൻ, സൈറ്റ്, വിഷൻ. കേട്ടോ, നമ്മുടെ ഒപ്റ്റിക്സ്, നമ്മുടെ പെർസെപ്ഷൻ, നമ്മുടെ ചിന്താഗതി, മനസ്സിലായോ? നമ്മുടെ വ്യൂ, ഹൗ ഡു യു വ്യൂ, നീ എങ്ങനെ വ്യൂ ചെയ്യുന്ന ഒരു കാര്യം അല്ലേ? യോർ വ്യൂ പോയിന്റ് എന്നൊക്കെയാണ് അർത്ഥം. പെർസെപ്ഷൻ, സൈറ്റ്, വിഷൻ, യോർ വ്യൂ പോയിന്റ് എന്നുള്ളതാണ്, മനസ്സിലായോ? ഈ ഒപ്റ്റിക്സ് എന്നതിന്റെ മീനിങ് വരിക. സോ വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ അനുസരിച്ച് സ്റ്റഡി ഓഫ് ലൈറ്റ്സ് എന്നാണ് ഒപ്റ്റിക്സിന്റെ മീനിങ്. ഒന്നുകൂടെ പറയുന്നു കേട്ടോ. നെക്സ്റ്റ് വൺ, ഓഫ്സെറ്റ്. ഓഫ്സെറ്റ് എന്ന് പറയുന്ന വേർബ് ആയിട്ട് ഉപയോഗിക്കുമ്പോൾ ഇറ്റ് ഹാസ് എ മീനിങ് ബാലൻസ്. In order to offset, okay, it is very much important to offset the COVID-19 pandemic, balance, neutralize, equalize. Offset എന്ന വാക്കിന്റെ അർത്ഥം കേട്ടോ. ഓഫ്സെറ്റ് എന്ന വാക്കിന്റെ അർത്ഥം ബാലൻസ് ചെയ്യുക, ന്യൂട്രലൈസ് ചെയ്യുക, ഈക്വലൈസ് ചെയ്യുക എന്നൊക്കെയാണ് കേട്ടോ. ഓർത്ത് വെച്ചോണേ. യെസ്, അടുത്ത എന്താണോ നോക്കട്ടെ. Take the cue from previous officers and do your work correctly. Yes. The audience eventually took the cue and began to applaud. Yes. IELTS examiner advised me to take the cue before my speaking session. Okay. Take the cue or take the cue card. Cue card എടുക്കാനല്ലേ രേവതി പറഞ്ഞത്? Yes. അടുത്ത കേസ്, citizen of India should be took the cue അല്ല. Citizen of India should take the cue by the government അല്ല, from the government protocols related to COVID-19 pandemic. ഒന്ന് ശ്രദ്ധിക്കണം, ഒന്ന് റീഷഫിൾ ചെയ്യണം. Citizen of India should take the cue from the government protocols related to COVID-19 pandemic. Okay? Branch of physics dealing with the study of light or related phenomenon. Yes, Harishree. Yes. Hi, Hari. ഇന്നലെ ഹരിയെ ഞാൻ മിസ് ചെയ്തു. ഇന്നലെ ഹരിയെ പറ്റി നമ്മൾ ക്ലാസ്സിലൊക്കെ ഡിസ്കസ് ചെയ്തായിരുന്നു. ഹരി അറിഞ്ഞോ യൂട്യൂബിൽ? അടുത്ത് relent. relent എന്ന വാക്കിന്റെ അർത്ഥം capitulate, given, yield എന്നാണ് relent. relent എന്ന് relevant അല്ല, relent എന്ന വേർബിന്റെ അർത്ഥം capitulate, given കൊടുക്കുക, yield ചെയ്യുക എന്നൊക്കെയാണ് relent എന്ന വാക്കിന്റെ അർത്ഥം കേട്ടോ. ഒന്ന് ഓർത്ത് വെച്ചോളും. His medical condition hinges on how he adheres to the strict diet instructed by his doctor. Merlin Good. Each individual has his own optics. Yes, Soumya. Great. Perception meaning വെച്ചൊരു സെന്റൻസ് പറയും. ഇത് തന്നെ സൗമ്യ പറഞ്ഞിട്ടില്ലേ? Each individual has its own. It is always okay. It always matters. It always matters how your optics about this course is. How what is your അല്ലെങ്കിൽ it always matters what is your optics about this situation. എന്തിനെ പറ്റി പറ? ഒപ്റ്റിക്സ് എന്ന് പറയുമ്പോൾ വിഷൻ, നിന്റെ ചിന്താഗതി എന്നൊക്കെ മീനിങ് ഉണ്ടല്ലോ. അപ്പൊ അതെല്ലാം നിങ്ങൾക്ക് ഉപയോഗിക്കാം. അതെ, ഞാനതാ പറഞ്ഞത്, 2 ദിവസം ലീവ് കൊണ്ട് മൊത്തത്തിൽ നിങ്ങൾ ഇങ്ങനെ ഇന്ന് കെറിഞ്ഞിരിക്കുകയാണ്. ഇന്നലെ രാത്രി വാസ് ഇറ്റ് എ ലോങ് നൈറ്റ്? നെക്സ്റ്റ് അസേർട്ട് നോക്കിയേ. അസേർട്ട് എന്ന വാക്കിന്റെ അർത്ഥം ഡിക്ലെയർ. സൺഡേ ആയിരുന്നല്ലോ, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. ഡിക്ലെയർ, അസേർട്ട് ചെയ്യുക, ഡിക്ലെയർ ചെയ്യുക, പ്രൊക്ലെയിം ചെയ്യുക, ക്ലെയിം ചെയ്യുക, സ്റ്റേറ്റ് ചെയ്യുക, അനൗൺസ് ചെയ്യുക. അസേർട്ട്, അസേർഷൻ കേട്ടിട്ടുണ്ടാവും. അസേർട്ട് ടു സെന്റൻസ്, അസേർഷൻ, ഡിക്ലെയർ ചെയ്യുക, എല്ലാം അറിയാവുന്ന കാര്യമായിരിക്കും. നമ്മൾ ഒരുപാട് ഡിസ്കസ് ചെയ്ത വാക്കാണ്, ആണല്ലോ. യെസ്, അടുത്തത് എന്താണ്? India has a great optics about future programs. Yes. How we sense the something in the lay, because how we see the perspective similar alle. Perception. Perception is now. Perspective ennu parayna chindagadi le. Perspective. Perception chindikkunnathu. That's it. Yes. It's very much important to offset my studies and family life for better future. ഗൗതം പറഞ്ഞു കേട്ടോ. ഹരി നല്ല കാര്യം പറഞ്ഞു. ഹരി ഞെട്ടൊന്നും വേണ്ട, നമ്മൾ നല്ല കാര്യം പറഞ്ഞു ഹരിയെ പറ്റി. ഇന്നലെ ഞങ്ങൾ ഹിഡൻ ഫയൽസ് എന്ന് പറഞ്ഞു പാർട്ടിസിപ്പിൾസിനെ പറ്റി പറഞ്ഞപ്പോൾ. അപ്പൊ ഞാൻ പറഞ്ഞു, ഇത് എനിക്ക് പറയുമ്പോൾ ഹരി ഓർമ്മ വരും, കാരണം ഹരിയാണ് പറഞ്ഞു തന്നെ ഹിഡൻ ഫയൽസ് എന്ന വാക്ക്. അതുകൊണ്ട് ഹരി ഓർമ്മ വരും എന്ന് പറഞ്ഞു. ദാറ്റ്സ് ഓൾ. അടുത്ത വാക്ക് ഇമ്പാർട്ട്. ഇമ്പാർട്ട് എന്ന വാക്കിന്റെ അർത്ഥം കൺവേ, ഇമ്പാർട്ട് സംതിങ്. യു ഇമ്പാർട്ട് യുവർ സ്ട്രെങ്ത്, യു ഇമ്പാർട്ട് യുവർ ടാലന്റ്, യു കൺവേ, യു ഗിവ്, യു റെന്റർ, യു ടെൽ, യു പാസ് ഓൺ എന്നാണ് ഇമ്പാർട്ട് ചെയ്യുക. ഇമ്പാർട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ടു ഇമ്പാർട്ട് യുവർ എഫേർട്സ് ഇൻ ടു ഇറ്റ്. You impart your efforts into your studies. Impart your efforts on this project. Impart your efforts on this
തീസസ്, വാട്ട് എവർ ഇറ്റ് ഇസ്, അങ്ങനെ എന്ത് കാര്യത്തെ പറ്റി നമുക്ക് പറയാം. ഇമ്പാർട്ട് എന്ന് പറഞ്ഞാൽ കൺവേ ചെയ്യാം. ഓക്കെ, യെസ് യെസ്, ഹിസ് ഒപ്റ്റിക്സ് ടുവേർഡ്സ് എ മൂവി വാസ് കറക്റ്റ്. ഓക്കെ, ഗ്രേറ്റ്. His hard work relents to good result. Yeah, relentless pursuit. Yes, relentless അല്ലെ, relentless pursuit. അക്ഷീണം ആയിട്ടുള്ള പ്രയത്നം എന്നൊക്കെ പറയില്ല, relentless. ഈൽഡ് ചെയ്യില്ല, ഗിവൻ ചെയ്യില്ല, അതിന് അല്ലാതെ പിന്നെ തുടർന്നുകൊണ്ടിരിക്കുക, കണ്ടിന്യൂസ് ആയിട്ട് പോകുക. ദാറ്റ് ഈസ് വാട്ട് relentless means. Relentless. Yes, Ani. What is your optics about India's development? Okay. ഇന്നലത്തെ ഗൗതം എൻ്റെ ഡിഗ്രി പ്രിലിംസ് കഴിഞ്ഞു, അത് കണ്ട്. ഓക്കെ ഹരി, അതുകൊണ്ട് കണ്ടില്ല. ഹരി നീ കൊള്ളാം, സപ്പോർട്ട് പോയി. വി ഹാവ് ടു ഓഫ്സെറ്റ് ദ വർക്ക് ഇൻ ലൈഫ്. യെസ്, ഹി അസർട്ടഡ് ഹിംസെൽഫ് ആസ് എ ലീഡർ ഓഫ് ദ ഗ്രൂപ്പ്. ഗ്രേറ്റ് കാർത്തിക, ഗ്രേറ്റ്. മൂവിങ് ഓൺ ടു നെക്സ്റ്റ് സെറ്റ്. ബിലേറ്റഡ് നിങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ടാവും. ബിലേറ്റഡ് ബർത്ത്ഡേ വിഷസ് അല്ലെ, കഴിഞ്ഞു പോയി അല്ലെ. ഇന്നലെ ബർത്ത്ഡേ ആണ്, പക്ഷെ വിഷയം മറന്നുപോയി കൂട്ടുകാരി. എന്നെങ്കിൽ നിങ്ങൾ വിളിക്കു പറയും ഹായ് ബിലേറ്റഡ് ബർത്ത്ഡേ വിഷസ്. എന്താ കഴിഞ്ഞു പോയില്ലേ, ഓൾറെഡി എക്സ്പയർഡ് ആയത്. സോ ലേറ്റ്, ഡിലേഡ്, ബിഹൈൻഡ് ടൈം. ബിലേറ്റഡ് അറിയാം, കൂടുതലായിട്ട് നിങ്ങൾ ഉപയോഗിക്കുന്ന വാക്കാണ് അല്ലേ. ഓൾ റൈറ്റ്, യെസ്. ഓക്കെ. ഫാമിലി ഓൾവേസ് ഇമ്പാർട്ട്സ് അഫെക്ഷൻ ടുവേർഡ്സ് ദ യങ് വൺസ്. യെസ് രേവതി അല്ലേ. ഹരിയെ പറ്റി നല്ല, ഇതുവരെ നല്ലതേ ഉള്ളൂ. നല്ലതേ ഉള്ളൂ. ഗവൺമെന്റ് അസർട്ടഡ് ദ വേക്കൻസീസ് അവൈലബിൾ. ഓക്കെ, അനൗൺസ് ദ വേക്കൻസീസ് അവൈലബിൾ. ഗ്രേറ്റ് ഷോ. ഓക്കെ, അടുത്ത് നോക്കിയേ. റീറ്റെയിൻ, നിങ്ങൾക്കറിയാം, റീറ്റെയിൻ ദ റിലേഷൻഷിപ്പ് അല്ലെ, റീറ്റെയിൻ ദ പേസ്. ഞാൻ ഇന്നാൾ പറഞ്ഞ വാക്കാണ് റീറ്റെയിൻ. എന്താ റീറ്റെയിൻ? കീപ് അല്ലെങ്കിൽ മെയിൻറ്റെയിൻ, റിസർവ്, ചെറിഷ്, ഹോൾഡ് ഓൺ ടു. റീറ്റെയിൻ ചെയ്യുക എന്നാണ് അർത്ഥം അല്ലെ. ഫ്യൂൽ പ്രൈസ് ഇതുപോലെ റീറ്റെയിൻ ചെയ്തു പോയാൽ ഇറ്റ്സ് ഗോയിങ് ടു ബി എ ഡിഫിക്കൽട്ട് ടാസ്ക് ഫോർ us എന്ന് കേട്ടിട്ടില്ലേ. സോ ഇഫ് ദ ഫ്യൂൽ പ്രൈസ് ഇസ് റീറ്റെയിൻഡ്, മെയിൻറ്റെയിൻഡ്, ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ഫോർ ദ മിഡിൽ ക്ലാസ് ആൻഡ് ദ പുവർ ക്ലാസ് പീപ്പിൾ. കേട്ടിട്ടില്ലേ? എന്താണ് നമ്മൾ പറയാറുണ്ട്, പ്രോലിറ്റേറിയൻസിന്, താഴത്തുള്ളവർക്ക് ബുദ്ധിമുട്ടാണ് എന്ന് പറയും, അല്ലെങ്കിൽ മിഡിൽ ക്ലാസ്സുകാർക്ക് ബുദ്ധിമുട്ടാണെന്ന് പറയാം. അടുത്താണ് കമ്മൻസുറേറ്റ് എന്ന വാക്കിന്റെ അർത്ഥം എന്താ? ഇക്വലന്റ്, കറസ്പോണ്ടിങ്. കമ്മൻസുറേറ്റ് എന്ന വാക്കിന്റെ അർത്ഥം അഡ്ജക്റ്റീവ് ആണ്. സോ ഇക്വലന്റ്, കറസ്പോണ്ടിങ്, ഈക്വൽ എന്നൊക്കെയാണ് കമൻസറേറ്റ് എന്ന വാക്കിന്റെ അർത്ഥം. ശ്രദ്ധിക്കണേ, കമൻസറേറ്റ്. എനിക്ക് തോന്നുന്നു മാത്സിൽ ഓർ റീസണിങ്ങിൽ നിങ്ങൾക്ക് മെൻസുറേറ്റ് എന്നൊരു യൂസേജ് ഉണ്ട് അല്ലേ. മെൻസുറേഷൻ എന്നൊരു ടോപ്പിക് ഉണ്ട് അല്ലേ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ടോണി സാറും ഒക്കെ ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. മെൻസുറേഷൻ എന്ന ആ ടോപ്പിക്. സോ കമൻസറേറ്റ്, അത് വെച്ച് നിങ്ങൾക്ക് എന്താ മനസ്സിലാക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു അല്ലേ. നിങ്ങൾക്ക് മാത്സിലില്ലേ മെൻസുറേഷൻ ഉണ്ടല്ലോ. സോ കമൻസറേറ്റ് എന്ന് പറഞ്ഞാൽ ഈക്വലന്റ് അല്ലെങ്കിൽ കറസ്പോണ്ടിങ്, ഈക്വൽ എന്നൊക്കെയാണ് കേട്ടോ. ഓർത്ത് വെച്ചോളെ. ഇമ്പാർട്ട് മൈ റിഗാർഡ്സ് ഇൻ ലെറ്റർ. ഐ ഗോട്ട് എ ന്യൂ ലെറ്റർ ടു റൈറ്റ് ഇൻ. ന്യൂ വേർഡ്. യു മീൻ ന്യൂ വേർഡ് അല്ലേ ശരണ്യ? യെസ്. Far optics towards life is required for offsetting various factors so that life may be relentful. Relentful in double L illa to relentful. Relent and FUL മാത്രമേ ഉള്ളൂ കേട്ടോ. Yamuna, we have to retain the pole position. Okay. Louis Hamilton retained his title in Texas. Yes. Okay. It is important to retain consistency while preparing for competitive exams. Yes. Retain are held by continuous exercise and healthy food. Okay. I strictly retain my diet. Great. India retains relationship with other countries. Yes. The city administration has made a belated response to the problem of urbanization. Yes. And yes, mensuration. Yes. Moving on. Salutary എന്ന മീനിങ് നോക്കുക. സല്യൂട്ടറി എന്നത് അഡ്ജക്റ്റീവ് ആണ്. ഇതിന്റെ അർത്ഥം എന്താ? സല്യൂട്ടറി ഇഷ്യൂ, സല്യൂട്ടറി പ്രപ്പോസൽ എന്നൊക്കെ പറഞ്ഞാൽ ബെനിഫിഷ്യൽ, അഡ്വാൻറ്റേജസ്, യൂസ്ഫുൾ, ഗുഡ് എന്നൊക്കെയാണ് അർത്ഥം. സല്യൂട്ടറി ഡിമാൻഡ്, സല്യൂട്ടറി എന്തും നിങ്ങൾക്ക് പറയാം. സല്യൂട്ടറി എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം ഇതാണ്. ഓക്കെ, ബെനിഫിഷ്യൽ ആണ് നമുക്ക് അല്ലെ, അഡ്വാൻറ്റേജ് നമുക്ക് ഗുണമുള്ളതാണ്. ദാറ്റ് ഇസ് വാട്ട് ഇറ്റ് ഇസ്. ഓക്കെ. No one has been able to commensurate the position of Sachin Tendulkar in cricket team. Okay. All right. It is necessary to retain decorum in the class. Yes. Commensurate angles. Oh, yeah. Okay. I meant I got a new word. Yes. That is what I told you. I know it. They gave him sovereignty over the island and allowed him to retain the title of emperor. Yes. It will be salutary if I got this job. It would be good. It would be beneficial. Yes. Okay, moving on. Tenuous എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? സ്ലൈറ്റ്, tenuous ആയിട്ടുള്ള. This is tenuous. There is a tenuous variation. Slight variation ഉണ്ട് എന്ന് പറയില്ലേ. How is it? How is the fever?
ഫീവർ എങ്ങനെയുണ്ട് പനി എങ്ങനെയുണ്ട്? ഇറ്റ്സ് ദർ ഇസ് എ ടെൻവസ് ടെൻവസ് എന്ന് പറഞ്ഞ ചെറിയൊരു നേര് സ്ലൈറ്റ് വേരിയേഷൻ, സ്ലൈറ്റ് ചേഞ്ച് എന്ന് പറയാം. ഓക്കെ, സോ ടെൻവസ് എന്ന വാക്കിൻ്റെ അർത്ഥം സ്ലൈറ്റ്, ഡൗട്ട്ഫുൾ, പറയത്തക്കതായിട്ടില്ല, ഒരു ചെറുതായിട്ടുണ്ടോ എന്നൊരു സംശയം. നെഗ്ലിജിബിൾ ഓർ മിയർ അല്ലെങ്കിൽ ട്രിവിയൽ, വളരെ വളരെ നേരിയ സില്ലി ആയിട്ടുള്ള ഒരു കാര്യത്തിനാണ് ട്രിവിയൽ എന്ന് പറയാം. സോ ഓർഗ ടെൻവസ് എന്ന വാക്കിൻ്റെ അർത്ഥം അഡ്ജക്റ്റീവ് ആണ് സ്ലൈറ്റ്, ഡൗട്ട്ഫുൾ, നെഗ്ലിജിബിൾ, മിയർ, ട്രിവിയൽ എന്നൊക്കെയാണ്. ഓർത്ത് വെച്ചോണേ. ഓക്കെ, സല്യൂട്ടറിക്ക് വേറെ മീനിങ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. സല്യൂട്ടറി, കമ്മീഷൻ അങ്ങനെയൊക്കെ കേട്ടിട്ടില്ലേ? ബട്ട് അതിന്റെ അർത്ഥം ഇത് തന്നെയാണ്, സെയിം മീനിങ് തന്നെയാണ്. ബെനിഫിഷ്യൽ, അഡ്വാൻറ്റേജസ്, ഗുണമുള്ള, യൂസ്ഫുൾ, നെസസറി എന്നൊക്കെ തന്നെയാണ് കേട്ടോ. അത് തന്നെയാണ് മീനിങ് ഉള്ളേ. ഓക്കെ, മൂവിങ് ഓൺ ടു നെക്സ്റ്റ് വൺ. അടുത്ത സെറ്റ് നോക്കാം. സ്റ്റിമുലസ്. സ്റ്റിമുലസ് വാക്ക് അറിയാലോ. സ്റ്റിമുലസ് എന്ന വാക്ക്, സ്റ്റിമുലസ് എന്നത് സിനോണിം ആണോ, ഐ മീൻ സിംഗുലർ ആണോ പ്ലൂറൽ ആണോ? സ്റ്റിമുലസ് പറഞ്ഞേ. സ്റ്റിമുലസ് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ? നൗൺ ആണ്. ഇറ്റ് മീൻസ് ബൂസ്റ്റ് ആണ്. ഇറ്റ്സ് ഇംപെച്ചസ്, ഇറ്റ്സ് എൻ എൻകറേജ്മെന്റ്, ഇറ്റ്സ് സ്ട്രെങ്ത് എന്നൊക്കെയാണ് സ്റ്റിമുലസ് എന്ന വാക്കിന്. നമുക്കറിയാം അല്ലെ, സ്റ്റിമുലസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. നമുക്കറിയാം, മനുഷ്യരുടെ ശരീരത്തിനൊരു ബ്രെയിൻ ഹാസ് ദിസ് അല്ലെ. റെസ്പോൺസിനോട് നമ്മൾ സ്റ്റിമുലസിനോട് നമ്മൾ റെസ്പോൺസ് ഉണ്ടാവും അല്ലെ. സ്റ്റിമുലസ് വരുമ്പോൾ റെസ്പോണ്ട് ചെയ്യും നമ്മൾ. ഫോർ എക്സാമ്പിൾ, തീരെ തൊട്ടാൽ പൊള്ളും, അപ്പോൾ പെട്ടെന്ന് കൈ വലിക്കും. ദാറ്റ് ഈസ് എ റെസ്പോൺസ്. ദീസ് ആർ സ്റ്റിമുലസ് ആൻഡ് വി ടേക്ക് അവർ ഹാൻഡ് ബാക്ക്. എന്തുകൊണ്ടാണ്? ബിക്കോസ് അതൊരു ബ്രെയിൻ്റെ ഒരു ഇതാണ് അല്ലേ, നമുക്ക് റെസ്പോൺസ് ആണ്, ബ്രെയിൻ്റെ റെസ്പോൺസ് ആണ്. സോ വാട്ട് ഇസ് സ്റ്റിമുലസ്? സിംഗുലറോ പ്ലൂറലോ? ഓഹോ പഠിച്ച് എങ്ങോട്ടാണ്? നിങ്ങൾ എങ്ങോട്ടാണ് സ്റ്റിമുലസ് എന്നാ പറ. സ്റ്റിമുലസ് ഇസ് സിംഗുലർ കേട്ടോ. സ്റ്റിമുലസ് സിംഗുലർ ആണ്. ആള് വരത്തനാണ്, അതിന്റെ സ്റ്റിമുലായി ആണ് അതിന്റെ സിംഗുലർ, ഐ മീൻ പ്ലൂറൽ സ്റ്റിമുലായി. ഓക്കെ, ആള് ലാറ്റിൻ ആണേ. വീണ്ടും പറയണം, ആള് നമ്മുടെ ഇംഗ്ലീഷുകാരനല്ല, ആള് വരത്തനാണ്. നമ്മൾ ലാറ്റിൽ നിന്ന് കടമെടുത്ത ആളാണ് സ്റ്റിമുലസ്. ഓക്കെ, ബാക്ടീരിയ, സ്റ്റിമുലസ്, സ്റ്റിമുലായി, മീഡിയ ഒക്കെ കേട്ടില്ലേ? അതുപോലെ പോഡിയ എന്നൊക്കെ ഉള്ള ആ സംഭവത്തിൽ പെടുന്നവരാണിത്. ഓക്കെ, യെസ്. അടുത്ത് നോക്കിയ സേർജ് എന്ന വാക്കിന്റെ അർത്ഥം. വെർബ് ഉണ്ട്, നൗൺ ഉണ്ട്. മീനിങ് ഇതാണ്: ഗഷ്, റഷ്, ഫ്ലോ, ഓവർ പോറിങ്, ബേസ്റ്റ്. ഒരുപാട് എന്താ പറയാ ഒരു തള്ളൽ എന്നൊക്കെ നമ്മൾ പറയില്ലേ. സർജ് ഇൻ ദ ഫ്യൂൽ പ്രൈസ്, അല്ലെങ്കിൽ സർജ് ഇൻ ദ ഇൻഫ്ലേഷൻ, സർജ് ഇൻ എന്തിനെ പറ്റിയുള്ള ഒരു അതിപ്രസരത്തിന് നമ്മൾ സർജ് എന്ന് പറയും. മലയാളത്തിൽ നമ്മൾ കൃത്യമായിട്ട് പറയുന്ന വാക്കാണ് അതിപ്രസരം. സർജ്, ഗഷ്, റഷ്, ഔട്ട് പോറിങ്, ഫ്ലോ, ബേസ്റ്റ് എന്നൊക്കെയാണ് അർത്ഥം കേട്ടോ. യെസ്. ഓക്കെ, adrenaline surge is controlled by PNS. Gender commensuration is essential in our society, so as it would be salutary. Yes. Okay, moving on. Okay, next one. Freight എന്ന വാക്ക് noun ആയിട്ട് ഉപയോഗിക്കും, verb ആയിട്ട് ഉപയോഗിക്കും. noun ആയിട്ട് ഉപയോഗിക്കും freight എന്ന വാക്കിൻ്റെ അകത്ത്. freight carriers കേട്ടിട്ടുണ്ടാവും. freight, cargo, load അല്ലെങ്കിൽ shipment, അല്ലെങ്കിൽ ഹോൾ, HAUL. ഈ നമ്മുടെ വലിയ ലോറിയൊക്കെ പോകുമ്പോൾ ലോറിയുടെ ഒക്കെ മോൾ സൈഡിലായിട്ട് എഴുതുന്നുണ്ട് HAUL, ഹോൾ. കാർഗോ ആണ്, ലോഡ് ആണ്, ഷിപ്മെന്റ് ആണ് എന്നാണ് അതിന്റെ അർത്ഥം. ഫ്രൈറ്റ്, അതൊക്കെയാണ് നൗൺ ഫോർമുലേഷന്റെ അർത്ഥം. എന്നാൽ വെർബിലോട്ട് വരുമ്പോൾ ഇതിന്റെ അർത്ഥം എന്നാണെന്നറിയോ? ട്രാൻസ്പോർട്ട്. ഫ്രൈറ്റ് സംതിങ് എന്ന് പറഞ്ഞാൽ ട്രാൻസ്പോർട്ട് ചെയ്യാണ് ഒരു കാര്യം, കൺവേ ചെയ്യാം. നേരത്തെ പറഞ്ഞില്ലേ, ഇമ്പാർട്ട് ചെയ്യുക, കൺവേ ചെയ്യുക എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ കൺവേ, ഒരു സ്ഥലത്ത് നിന്ന് ഒരു സ്ഥലത്തോട്ട് അത് എത്തിക്കാം. അതിനെയാണ് ഈ പറഞ്ഞ ഫ്രൈറ്റ് എന്ന് അർത്ഥമുണ്ട് കേട്ടോ. വേർബിന് ഫ്രൈറ്റ് എന്നുള്ള വേർബ് മീനിങ് ഇതാണ്: ട്രാൻസ്പോർട്ട് ചെയ്യുക, കൺവേ ചെയ്യുക എന്നൊക്കെ അർത്ഥമുണ്ട് കേട്ടോ. അപ്പോൾ വാക്കുകൾ ഓർത്ത് വെച്ചോളാം, കാരണം പല രീതിയിൽ ചോദ്യങ്ങൾ വരാം. അപ്പോൾ യു ഹാവ് ടു ബി വെരി കെയർഫുൾ. ഓക്കെ, വെരി മച്ച് കെയർഫുൾ. നെക്സ്റ്റ് വൺ ഇസ് ഓണസ്. ഓണസ് നമ്മൾ ഡിസ്കസ് ചെയ്താണ്. ഓണസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ്സ് മൈ ഓണസ് നൗ, ഇറ്റ് ഇസ് മൈ ഓണസ് നൗ, ഇറ്റ്സ് മൈ ബർഡൻ, ഇറ്റ്സ് മൈ റെസ്പോൺസിബിലിറ്റി, ഇറ്റ്സ് മൈ ലയബിലിറ്റി, ഇറ്റ്സ് മൈ ഒബ്ലിഗേഷൻ. ഓണസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള വാക്കാണ്. ബർഡൻ, റെസ്പോൺസിബിലിറ്റി, ലയബിലിറ്റി, ഒബ്ലിഗേഷൻ എന്നൊക്കെയാണ് കേട്ടോ. യെസ്. മാർക്കറ്റ് സർജ് ഒക്കെ കേട്ട് പരിചയമുള്ള വാക്കാണല്ലേ. യെസ്. അപ്പൊ നോക്കിക്കേ, അടുത്ത വാക്ക് നോക്കിക്കേ, നെക്സ്റ്റ് വാക്ക് നോക്കിക്കേ. ഫിലിപ്പ് നമ്മുടെ പേരുള്ള ഫിലിപ്പ് അല്ല കേട്ടോ. ഫിലിപ്പ് എന്ന പേര് നമ്മുടെ നമ്മൾ പറയില്ലേ ഫിലിപ്പ് എന്ന വാക്ക്, ഇൻ ദ സെൻസ് ഫിലിപ്പ്, PHILIP, ഫിലിപ്പ്, ആ ഫിലിപ്പ് അല്ല കേട്ടോ ഇത്. ഈ ഫിലിപ്പ് എന്ന് പറഞ്ഞാല് ഈ ഫിലിപ്പിന് രണ്ടെല്ലാം ഉണ്ട്. ഒന്നാമത്തെ കാര്യം രണ്ടെല്ലാം ഉണ്ട് ഫിലിപ്പിന്. ഫിലിപ്പിന്റെ മീനിങ് നമ്മൾ നേരത്തെ പറഞ്ഞ സ്റ്റിമുലസ് തന്നെയാണ്. മനസ്സിലായോ?
സ്റ്റിമുലസ് ഇതേ മീനിങ് ആണ്. ബൂസ്റ്റ്, ഇംപെച്വസ്, എൻകറേജ്മെന്റ്, സ്ട്രെങ്ത് ഒക്കെ തന്നെയാണ്. പക്ഷെ കുറച്ച് വേറെ സിനോണിംസ് തരാം എന്നോർത്ത് പറഞ്ഞെന്നുള്ളൂ. ഇത് റിലേറ്റഡ് ആണ്, പക്ഷെ ഒരുമിച്ച് എഴുതണ്ടല്ലോ എന്ന് വിചാരിച്ചാണ് രണ്ടായിട്ട് എഴുതിയത്. രണ്ടായിട്ട് തന്നെ ഇന്ന് ആർട്ടിക്കിൾ യൂസ് ചെയ്തിട്ടുണ്ട്. സ്റ്റിമുലസ് ഫിലിപ്പും യൂസ് ചെയ്തിട്ടുണ്ട്. ഫിലിപ്പ് എന്ന് പറഞ്ഞാൽ സ്റ്റിമുലസ് തന്നെയാണ്. ഇൻസൈറ്റ്മെന്റ്, മോട്ടിവേഷൻ, സ്ട്രെങ്ത് ആണ്, എൻകറേജ്മെന്റ് ആണ്, മോട്ടിവേഷൻ ആണ്, ഇൻസെന്റീവ് ആണ്. കേട്ടോട്ടോ, ഫിലിപ്പ് എന്ന വാക്കിന്റെ അർത്ഥം ഫിലിപ്പ്. ഓക്കെ, ഫിലിപ്പ്, ഫിലിപ്പ് എന്ന വാക്കില്ലേ നമ്മുടെ ഫിലിപ്പിന് അതേ പ്രൊനൗൺസിയേഷൻ തന്നെയാ. ഫിലിപ്പ് പേരില്ലേ നമ്മുടെ ഫിലിപ്പ്, ഫിലിപ്പ് ഏട്ടൻ, ഫിലിപ്പ്. ഓക്കെ, സോ ബട്ട് ദാറ്റ് ഈസ് ഡിഫറെന്റ് എന്ന് മാത്രമേ ഉള്ളൂ. ഹരിയുടെ കൂട്ടുകാരന്റെ പേരാണോ ഫിലിപ്പ്? എൻ്റെ അനിയത്തിയുടെ ഫ്രണ്ടിന്റെ പേര് ഫിലിപ്പ് തന്നെയാണ്. ഓക്കെ, യെസ്. It's our honest to concern monuments. Yes. Vaccination mitigates the surge of COVID-19 pandemic. Yes. Yeah. The truck freighted ton kilos of steel. Because of that onus, it break down. Because of that burden, yeah. Okay, that's great. Yes. A surge of audience is expected in the opening of theatre. Yes. There has been a huge surge in the number of COVID-19 patients after the recent elections. Yes. It is onus of the convict to prove his innocence. Yes. Responsibility, great. Showing respect for national flag is onus of every citizen. Obligation, yes. Okay, all right. അതെ, കാർത്തിക കറക്റ്റ് അല്ലെ. ഇനിയിപ്പോ മറക്കോ? ഇനി ഹരി മറക്കോ? ഫിലിപ്പ് ലൈഫിൽ മറക്കോ? ഇല്ല, മറക്കാൻ പാടില്ല. അതാണ് സ്റ്റിമുലസ്, ഇൻസൈറ്റ്മെന്റ്, മോട്ടിവേഷൻ, ഇൻസെന്റീവ്. ഓർത്ത് വെച്ചോളൂ കേട്ടോ. മൂവിങ് ഓൺ. സീസ് ഫയർ. സീസ് ഫയർ നമുക്കറിയാലോ. എന്താണ് സീസ് ഫയർ? ട്രൂസ്, ട്രൂസ് അല്ലെ, സമാധാനം. ടു സ്റ്റോപ്പ് ഫ്രം എ വോർ, സ്റ്റോപ്പ് ഫ്രം എന്തെങ്കിലും ഒരു കാര്യം, നമ്മൾ വഴക്ക്, അടി, പിടി എല്ലാം ഉണ്ടെങ്കിൽ അത് നിർത്തി നമ്മൾ ട്രൂസ്, പീസ്ഫുൾ ആക്കുക. അതിനെയാണ് നമ്മൾ ആമിസ്റ്റൈസ്, ട്രൂസ് അല്ലെങ്കിൽ പീസ് എന്ന് പറയാം, അല്ലെങ്കിൽ സീസ് ഫയർ എന്ന് പറയാം. അറിയാലോ, സീസ് ഫയർ നൗൺ ആണ് കേട്ടോ, ഓർത്ത് വെച്ചോണം. ഇറ്റ്സ് യുവർ ഓണസ് ടു ലുക്ക് ആഫ്റ്റർ യുവർ സിസ്റ്റേഴ്സ്. ഓക്കെ, ഇറ്റ്സ് ഓണസ് ഓഫ് എവറി അഡൾട്ട് ഇൻ എ ഫാമിലി ടു ഷെയർ ഓൾ ദ ഹൗസ് ഹോൾഡ് ചോർസ്. യെസ്. ആണോ? പറഞ്ഞു കൊടുത്തേക്ക് ഫിലിപ്പിനോട്. ഫിലിപ്പ്, നിന്റെ പേരിന് പോലെ ഒരു വാക്കുണ്ടെന്നൊക്കെ പറഞ്ഞു കൊടുത്തേര്. ഇറ്റ്സ് ആർ ഓണസ് ടു കംപ്ലീറ്റ് ദ ടാസ്ക് വിത്തിൻ ദ സ്റ്റിപ്പുലേറ്റഡ് ടൈം. യെസ്. Surging fuel prices gave great fillip to oppositional parties to criticize center. Yes. During COVID-19 pandemic, the logistics department was worried about the freight to Europe, transport to Europe. Yes. Moving on. അടുത്താണ് ട്രജക്ടറി. ഇന്നലെ പറഞ്ഞ് ഡിസ്കസ് ചെയ്ത, ഇന്നലെ ഇൻ ദ സെൻസ് ഫ്രൈഡേ ഡിസ്കസ് ചെയ്ത വാക്കാണ്, ഓർക്കുന്നുണ്ട്. ട്രജക്ടറി, പാത്ത്, കോഴ്സ്, റൂട്ട്, ട്രാക്ക്, ലൈൻ, ഡിറക്ഷൻ എന്നൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത ഇന്നലെ അല്ലേ. അപ്പൊ കഴിഞ്ഞ ദിവസം ട്രജക്ടറി നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. മാത്സിൽ നിങ്ങൾ പഠിക്കുന്നതൊക്കെയാണ് ട്രജക്ടറി അല്ലെ. ആംഗിളിലെ ട്രജക്ടറി ഒക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. നെക്സ്റ്റ് വൺ ഇസ് ഡിവാസ്റ്റേറ്റ്. ഡിവാസ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ അപ്പൊ ഡിവാസ്റ്റേറ്റഡ് ആയിപ്പോയി അല്ലെ. ഹി വാസ് ഡിവസ്റ്റേറ്റഡ് അല്ലെ. ഹി വാസ് ഡിവസ്റ്റേറ്റഡ് ബൈ ദ ഡെത്ത് ഓഫ് ഹിസ് വൈഫ്, ഹിസ് beloved wife അല്ലെ. ഡിവസ്റ്റേറ്റഡ്, ഡിസ്ട്രോയിഡ്, ഇല്ലാണ്ടായി. ruin, wreck, demolish, annihilate, destroy completely. അതാണ് അനിഹിലേറ്റിന്റെ അർത്ഥം കേട്ടോ. അനിഹിലേറ്റ് കുറച്ചൊരു കൂടിയ വാക്കാണ്. അനിഹിലേറ്റ് എന്നാണ് ഡിസ്ട്രോയ് കംപ്ലീറ്റ്ലി എന്നാണ്. അപ്പോൾ ഡിവസ്റ്റേറ്റ് എന്ന വാക്കിന്റെ അർത്ഥം ഡിസ്ട്രോയ്, നശിപ്പിക്കുക, റൂയിൻ ചെയ്യുക, റെക്ക്, ഡിമോളിഷ് എല്ലാം ഒരേ മീനിങ് ആണ് കേട്ടോ. ഓർത്ത് വെച്ചോണം. ഡിവസ്റ്റേറ്റ് കേട്ടുള്ള വാക്കല്ലേ ഡിവസ്റ്റേഷൻ. ഡിവസ്റ്റേഷൻ കേട്ടുണ്ടാവും. നൗൺ ഫോർമുലേഷൻ ഡിവസ്റ്റേഷൻ, TATON, ഡിവസ്റ്റേഷൻ. ഓക്കെ, നൗൺ. എന്നാൽ ഡിവാസ്റ്റിംഗ് വേർബ്, ഡിവാസ്റ്റേറ്റഡ് എന്നൊക്കെ കേട്ടിട്ടുണ്ടാവുമായിരിക്കും അല്ലേ. ഓക്കെ, അടുത്താണ് ഓസ്റ്റ്. ഓസ്റ്റ് എന്ന വാക്കിന്റെ അർത്ഥം എക്സ്പെൽ അല്ലെങ്കിൽ ഫോഴ്സ് ഔട്ട്, റിമൂവ്, ത്രോ ഔട്ട്, തുടച്ചെറിയ അല്ലെ. കോൺകർ ചെയ്യുക, ത്രോ ഔട്ട് ചെയ്യുക എന്നൊക്കെ പറയില്ലേ. ദ റൂളർ ത്രോ ഔട്ട്, ദ റൂളർ, ദ എംപറർ ഇസ് ത്രോൺ ഔട്ട് ബൈ ദ എനിമി പറയുന്നിട്ടില്ലേ. അതുപോലെ എക്സ്പെൽ ചെയ്യുക, പുറത്താക്കുക എന്നാണ് ഓസ്റ്റ് എന്നതിന്റെ അർത്ഥം. വേർബാണ്. ഡിസ്പ്ലേസ് ചെയ്യുക, ഒരാളെ ഡിസ്പ്ലേസ് ചെയ്യുക, ഒരാളെ പുറത്താക്കുക. ദാറ്റ് ഈസ് വാട്ട് ഓസ്റ്റ് ഇസ്. He was ousted from his college due to his bad content. മനസ്സിലായോ? He was ousted from his college due to his bad content. ഓക്കെ, അവന്റെ ബിഹേവിയർ കാരണം അവൻ എന്ത് ചെയ്തു? എക്സ്പെൽ ചെയ്തു കോളേജിൽ നിന്ന്. That's it. അടുത്ത വാക്ക് അൺലീഷ്. അൺലീഷ് നിങ്ങൾക്ക് അറിയാമായിരിക്കും. ലീഷ്, ഡോഗിനെയൊക്കെ നമ്മൾ ലീഷിൽ കൊണ്ടുവന്ന് പറഞ്ഞാൽ കെട്ടിയിടുക. ദാറ്റ് ഇസ് ലീഷ്. അൺലീഷ് എന്ന് പറഞ്ഞാൽ അഴിച്ചുവിടുക. റിലീസ്, ഫ്രീ, ലൂസ്, അൺചെയിൻ, അൺബ്രിഡിൽ എന്നൊക്കെയാണ് അർത്ഥം. ഓർത്ത് വെച്ചോടെ. റിലീസ് ചെയ്യുക, ഫ്രീ ചെയ്യുക, ലൂസ് ആക്കുക, അൺചെയിൻ ചെയ്യുക, അൺബ്രിഡിൽ ചെയ്യുക. ഇതൊക്കെയാണ് അൺലീഷ് എന്ന വാക്കിന്റെ അർത്ഥം. അടുത്ത് നോക്കട്ടെ എന്തൊക്കെയാണ് നിങ്ങൾ പറഞ്ഞേക്കുന്നത് നോക്കട്ടെ. യെസ്, വയലേറ്റിംഗ് സീസ് ഫയർ. യെസ്, ദ ട്രജക്ടറി ഓഫ് എ
violating peace alle? Yes, Ashwin. The trajectory of a projectile is a parabola. Okay, projectile in the path. Okay, parabola. Okay, the better than expected October US job numbers was flipped to equity market. The better than എന്താ ഉദ്ദേശിക്കുന്നത്? ഇനി ഇത് അതിന് മീനിങ് ആയില്ല. The better than expected October US job numbers അത് മീനിങ് ആയില്ല. Tsunami created great devastation in the shores of Sumatra and Java. Yes, I thought ceasefire is two word, like ceasefire. Ceasefire is one word, noun ആണ് കേട്ടോ. സീസ് എന്ന് പറയുന്നത് സീസ് എന്ന് പറയുന്നത് അത് പറയാതിരിക്കാൻ പറ്റില്ല. സീസ് എന്ന് പറയുന്നതിന്റെ അർത്ഥം ഉണ്ടല്ലേ. സീസ് എന്ന് പറയുമ്പോൾ സ്റ്റോപ്പ് എന്ന അർത്ഥം. സീസ് എന്ന് പറഞ്ഞാൽ സ്റ്റോപ്പ്, ഇറ്റ് അല്ല, നമ്മൾ പഠിച്ചിട്ടുള്ള സീസ്, മറ്റേ സീസും ഈ സീസും നമ്മൾ പഠിച്ചിട്ടില്ലേ? ഉണ്ട്. സീസ് ഒറ്റ വേർഡാണ്. സീസ് ഫയർ, സ്റ്റോപ്പ് ഫയർ അങ്ങനെയുണ്ട്. എന്നാൽ സീസ് ഫയർ എന്ന് പറഞ്ഞാൽ ഒറ്റ നൗണാ. മനസ്സിലായോ? അതായത് തീ എടുത്ത എന്നാണ് ഉദ്ദേശിക്കുന്നത്. രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള തീ അണയ്ക്കുക, ആ അർത്ഥം സീസ് ഫയർ. ഓക്കെ, ഓർത്ത് വെച്ചോണേ. അടുത്ത വാക്ക്, അടുത്ത സെന്റൻസ്. ടെററിസം ഡെവസ്റ്റേറ്റഡ് ദി സെൻട്രൽ ഏഷ്യ, എസ്പെഷ്യലി അഫ്ഗാനിസ്ഥാൻ. യെസ്, ഓക്കെ. പിന്നെ the fire devastated 3/4 of the portion of the forest. Yes, the article was ousted out of the constitution. Okay, right. Afghanistan devastated after the Taliban took over it. Afghanistan devastated after the correct. Flats in Marad were demolished due to the failure of fulfilling government rules. Yes. To find the solution of this geometric problem, you have to take the particular circle's trajectory. Okay. Yes, Apache. Yes, അത് പറയാറുണ്ട്. Unleash. Yes, അതെ വിഷ്ണു. Let's collectively oust coronavirus with a potential vaccination strategy. Yes, unleash your imagination so that it could fly beyond thoughts. Yes, Hari. The employee who made financial cheating in the company was ousted. Yes, very good. Why are you always unleashing your dog to street? Okay, great, Aisha. COVID-19 pandemic devastated the economy of India. Soumya, great. ബേസിക് ഗ്രാമർ ക്ലാസ്സസ് ഈ ചാനലിലുണ്ടോ? രോഹിത്, ചോദ്യമായിരുന്നോ? ബേസിക് ഗ്രാമർ ക്ലാസ് നമ്മൾ ഇതുവരെ തുടങ്ങിയിട്ടില്ല, ബട്ട് വി ആർ പ്ലാനിങ് ഓൺ. കാരണം നമുക്ക് ഒരുപാട് പേർക്ക് ഇംഗ്ലീഷിന്റെ ബേസിക് ഗ്രാമർ, കോമ്പറ്റേറ്റീവ് എക്സാമിന് വേണ്ടി ബേസിക് ഗ്രാമർ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പ്ലാൻ ഇടുന്നുണ്ട്, ഒരു ഇംഗ്ലീഷ് കോഴ്സ്. സൂൺ, ഐ ലെറ്റ് യു നോ സൂൺ. ഓക്കെ ഹുൽ, കീപ് വാച്ചിങ്. നമ്മൾ എന്തായാലും അത് സെറ്റ് ചെയ്ത് തരാം കേട്ടോ. Prelims is the first stage of an exam, so everyone give importance to the prelims and tenuous mains. Yeah, yes. അല്ലല്ല, അതിലുണ്ടല്ലോ ഹരി, മറ്റേ ഡിവസ്റ്റേറ്റഡ്, അഫ്ഗാനിസ്ഥാൻ ഡിവസ്റ്റേറ്റഡ് എന്ന് പറയുമ്പോൾ അഫ്ഗാനിസ്ഥാൻ ഡിസ്ട്രോയ് ചെയ്തു എന്ന് പറയും. യെസ്, ഹരി പറഞ്ഞ ശരിയാണ്. അഫ്ഗാനിസ്ഥാൻ ഡെവസ്റ്റേറ്റഡ് എന്ന് പറഞ്ഞാൽ അഫ്ഗാനിസ്ഥാൻ ഡിസ്ട്രോയ് ചെയ്തു എന്നായി. അഫ്ഗാനിസ്ഥാനെ ഡിസ്ട്രോയ് ചെയ്യപ്പെട്ടു എന്നാണെങ്കിൽ വാസ് ഡിവസ്റ്റേറ്റഡ്. അത് വേണം. യെസ് ഹരി, യെസ് ഇറ്റ് ഈസ്. ആരായിരുന്നു അത് പറഞ്ഞ ആ സെന്റൻസ്? ഞാനത് വിട്ടുപോയി. ആരോ ഒരാൾ പറഞ്ഞ സെന്റൻസ് ആണ്, ഞാൻ വായിച്ചതായിരുന്നു. ഐ ഡോണ്ട് റിമെമ്പർ. ഒന്ന് ഓർക്കണേ. അഫ്ഗാനിസ്ഥാൻ ഡിസ്ട്രോയ് ചെയ്യപ്പെട്ടു എന്നാണെങ്കിൽ ഒന്ന് വോസ് വരണം കേട്ടോ. ഓക്കെ. COVID-19 ഡിവാസ്റ്റേറ്റ് അല്ല അശ്രത്, ഡിവസ്റ്റേറ്റഡ് ഓർ ഡിവസ്റ്റേറ്റ്സ്. എസ് സിംഗുലർ വേർബ് കൊടുക്കുക. every trajectory of Indian economy. She was ousted out of her workplace due to her persistent lethargy during the working hours. Merlin, very good. When I reached home, I saw the things in my room ousted from its position. Okay, removed from its position. Very good. Moving on. അപ്പോൾ നമ്മൾ ഇന്നത്തെ synonyms and antonyms കഴിഞ്ഞു. Let's move on to the article. അപ്പോൾ ആർട്ടിക്കിളിലോട്ട് പോകാം. എല്ലാവർക്കും മനസ്സിലായെങ്കിൽ. ജയശ്രീ ആണോ? ജയശ്രീ ഒന്ന് ശ്രദ്ധിക്കണേ. ഹരി പറഞ്ഞു തന്നിട്ടുണ്ടോ? ഒന്ന് ശ്രദ്ധിക്കണേ. താങ്ക് യു ഹരി. ഓക്കെ, ജയശ്രീ അല്ലേ? സോറി ജയശ്രീ, ഐ എം സോറി അഗൈൻ. രേവതി, ഓക്കെ, വെൽ ഡൺ. ഓക്കെ, അപ്പം മനസ്സിലായല്ലോ. മൂവിങ് ഓൺ. അപ്പം നോക്കിക്കേ, നമുക്ക് ആർട്ടിക്കിളോട്ട് പോകാം. അതിന് മുമ്പ് മനസ്സിലായെങ്കിൽ എല്ലാവരും ഒരു തംസ് അപ്പ് വന്നു എല്ലാവരും. ഓക്കെ, ആൻഡ് ഡോണ്ട് ഫൊർഗെറ്റ് ടു ലൈക്ക് ചെയ്ത് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാൻ വിട്ടുപോയോ? ഒന്ന് ലൈക്ക് ചെയ്ത്. 72 പേരോളം നമ്മൾ വാച്ചിങ് ആണ് കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടൊന്ന് ലൈക്ക് ചെയ്ത് വിട്ടേ. ഓക്കെ, ആൻഡ് മൂവിങ് ഓൺ ടു ദ ആർട്ടിക്കിൾ. അപ്പോൾ നമുക്ക് ആർട്ടിക്കിളോട്ട് പോട്ടോ വേഗം. Yes, show me some love, show me some support. A better than expected US payrolls report. അങ്ങനെയാണ് ഉദ്ദേശിച്ചത്. ഓക്കെ, better than expected. ഓക്കെ, US payrolls report. ഓക്കെ, അത് കറക്റ്റ് ആണ്. ഓക്കെ, അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. കറക്റ്റ് ആണ്. ഓക്കെ, space tourism unleashed the world technology in 21st century. Unleash of convenience made Gautam Buddha more peaceful. Unleash of convenience അല്ല, unleashing of convenience എന്ന് കൊടുക്കാം. ഓക്കെ, അതായിരിക്കും ഗൗതം പ്രോപ്പർ. മൂവിങ് ഓൺ. അപ്പം നമുക്ക് ഇന്നത്തെ
നമ്മുടെ ആർട്ടിക്കിളോട്ട് പോകാം. ഓക്കെ, സോ ഫ്യൂൽ പ്രൈസ് ഒപ്റ്റിക്സ്. ഫ്യൂൽ പ്രൈസിന്റെ ആ ഒരു പെർസെപ്ഷൻ നമുക്ക് എന്താണെന്ന് നോക്കാമായിരുന്നു. ഫ്യൂൽ പ്രൈസിനെ പറ്റിയുള്ള ചോദിച്ചാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ എത്യോപ്യൻ അവിടുത്തെ ഒരു പൊളിറ്റിക്കൽ ഇതിനെ പറ്റിയുള്ള സിനോറിയോ പറ്റിയുള്ള ഒരു ആർട്ടിക്കിളൂടെ ഉണ്ട്. ഗിവ് ഇറ്റ് എ റീഡ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. അവിടെ മിലിറ്റൻസ് ആൻഡ് റൂളേഴ്സ് തമ്മിൽ വഴക്ക്, അതൊന്നും അറിഞ്ഞുവരിക്കണം. ഓക്കെ, ലെവീസ് മസ്റ്റ് ബി കട്ട് ഫർദർ ടു ഓഫ്സെറ്റ് ദി എഫക്ട് ഓഫ് ദി കണ്ടിന്യൂയിങ് സർജ് ഇൻ ഗ്ലോബൽ ഓയിൽ പ്രൈസസ്. നോക്കുക, ലെവീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾക്കറിയാം, ലെവീസ് എന്ന് പറഞ്ഞാൽ ടാക്സസ് അല്ലെ. ലെവീസ് എന്ന് പറഞ്ഞാൽ ടാക്സസ്, താരിഫ് അല്ലെ, ടാക്സസ് ആണ് ലെവീസ്. അപ്പോൾ ടാക്സസ് എന്ത് ചെയ്യണം? കട്ട് ചെയ്യണം. കട്ട് ഫർദർ, കൂടുതൽ അഡീഷണൽ ആയിട്ട് കട്ട് ചെയ്യണം. കുറച്ച് പോരാ, അഡീഷണൽ ആയിട്ട് കട്ട് ചെയ്യണം. ഓൾറെഡി നമുക്ക് അധികമുണ്ട്, അതുകൊണ്ട് അഡീഷണൽ ആയിട്ട് കട്ട് ചെയ്യണം. ടു എന്താണ്? ഈക്വലൈസ് ചെയ്യാൻ, അതിനെ ഈക്വേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. എഫക്ട് ഓഫ് ദി കണ്ടിന്യൂയിങ് സർജ് കൂടിക്കൊണ്ടിരിക്കുമല്ലേ, സർജ്. അപ്പൊ നോക്കുക, അതിങ്ങനെ കൂടിക്കൊണ്ടിരിക്കുക. എന്നിട്ട് കൂട്ടൽ ഗ്ലോബൽ ഓയിൽ പ്രൈസസ് കൂടിക്കൊണ്ടിരിക്കുക, പൈസ കൂടിക്കൊണ്ടിരിക്കുക, അതിന്റെ ഫ്ലോ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിനെ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം? ടാക്സ് കട്ട് ചെയ്യണം, കുറച്ചുകൂടെ കട്ട് ചെയ്യണം എന്നാണ് ഇവിടെ ഓതർ പറയുന്നത്. ലെറ്റ്സ് സീ. ദ സെന്റർ finally decided last week to relent and act on the advice of monetary policy makers by cutting the excise duty on petrol and diesel by rupees 5 and 10 at a litre respectively. The duty reduction announced on the eve of Deepavali immediately helped lower the retail prices of the two fuels by at least about 5% and 11% respectively. And on the government's urging, more than 20 states and union territories also reduced the VAT levied on the fuel products, thereby enhancing the relief. അപ്പം കഴിഞ്ഞ ദിവസം നിങ്ങൾ കണ്ടുവല്ലോ, കഴിഞ്ഞ ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു, പൈസ ഒന്ന് കുറച്ചായിരുന്നു അല്ലേ. അപ്പൊ സെൻട്രൽ എന്ത് ചെയ്തു? ഫൈനലി കഴിഞ്ഞ ആഴ്ച എന്ത് ചെയ്തു? ഒന്ന് കുറച്ചേക്കാം, എന്നിട്ട് ഒന്ന് റെലന്റ് ചെയ്തേക്കാം അല്ലെ, ഒന്ന് ഇതേക്കാം, എന്നിട്ട് ഇക്വേറ്റ് ചെയ്തേക്കാം. എന്നിട്ട് മോണിറ്ററി പോളിസി മേക്കേഴ്സ് പറഞ്ഞു ഇത് ശരിയാവില്ല, ഇങ്ങനെ പോയാൽ ശരിയാവില്ല, അതുകൊണ്ട് എന്ത് ചെയ്യണം? നമുക്ക് എക്സൈസ് ഡ്യൂട്ടിയും കട്ട് ചെയ്തേക്കാം, കുറച്ചേക്കാം. എന്തിൽ? പെട്രോളും ഡീസലും ഉള്ള പ്രൈസ് കുറച്ചിട്ട് 5-10 രൂപ ലിറ്റർ പെർ ലിറ്ററിന് കുറച്ചു. ഓർമ്മയുണ്ടല്ലോ, ഡീസലിന് 5ഉം പെട്രോളിന് 10ഉം കുറച്ചിരുന്നു. ഓർമ്മയുണ്ടോ? സോറി, പെട്രോളിന് 5ഉം ഡീസലിന് 10ഉം കുറച്ചിരുന്നു. റിമെമ്പർ അത്. അപ്പൊ ഈ ഡ്യൂട്ടി റിഡക്ഷൻ നമ്മുടെ തുടങ്ങിയത് എന്നായിരുന്നു? ദിവാലിയുടെ തലേന്ന്, അതായത് 3-ാം തീയതി വൈകിട്ട് ആയിരുന്നു ഈ ഡ്യൂട്ടി കട്ട് ചെയ്തത്. അപ്പോൾ അതെന്ത് ചെയ്തു? റീറ്റെയിൽ പ്രൈസിനെ പെട്ടെന്നൊന്ന് ഇത് ചെയ്യാൻ പറ്റി. ഇതിന്റെ റീറ്റെയിൽ പ്രൈസിന്റെ എമൗണ്ട് ഒന്ന് കുറച്ചു. അറ്റ്ലീസ്റ്റ് അബൌട്ട് 5%, 11% റെസ്പെക്റ്റീവ്ലി അതിനെ കുറയ്ക്കാനുള്ള ഒരു ഗുണമായി അതിന് വേണ്ടിയിട്ട്. പിന്നെ ഗവൺമെന്റ് ഏർജ് ചെയ്തിട്ട്, ഗവൺമെന്റ് നിർബന്ധിച്ചിട്ട് 20 സ്റ്റേറ്റുകളും യൂണിയൻ ടെറിട്ടറീസും എന്ത് ചെയ്തു? വാറ്റ്, അതിന് ഈ ഫ്യൂൽ പ്രൊഡക്ട്സിൽ നിന്ന് കിട്ടുന്ന വാറ്റ് ഉണ്ടല്ലോ, ടാക്സ്, അതിനെയും എന്ത് ചെയ്തു? റെഡ്യൂസ് ചെയ്തിരുന്നു. 20 സ്റ്റേറ്റ്സും യൂണിയൻ ടെറിട്ടറീസും. കേട്ടോ? അതുപോലെ തന്നെ അപ്പോൾ തന്നെ ഒരു ചെറിയൊരു റിലീസ് കിട്ടും, ചെറിയൊരു സമാധാനം കിട്ടി. റിലീഫ് പ്രൊവൈഡഡ് ടു the consumers from record pump prices. While the center asserted that the decision was to impart a fillip to the reviving economy as well as easing inflationary pressure, the political significance of its timing was hard to overlook. Coming a day after the ruling, BJP suffered electoral reverses in some legislative and parliamentary bypolls. That the government was keen to make political capital out of its belated reduction of levies was made obvious 2 days later when it sought to call out the states, almost all ruled by oppositional parties, that were yet to make commensurate. അപ്പോൾ പറഞ്ഞു ഒന്ന് ആലോചിച്ച് നോക്കി. കഴിഞ്ഞ ദിവസം നമ്മൾ വായിച്ചൊരു അല്ലെ, നമ്മുടെ എങ്ങനെയാണ് ഇലക്ഷൻ ബാധിച്ചേക്കുന്നത്, കോൺഗ്രസിനെയും BJPനെയും എങ്ങനെയാണ് ബാധിച്ചേക്കുന്നതെന്ന് 4-ാം തീയതിയിലെ പത്രത്തിലുള്ള ആർട്ടിക്കിൾ നമ്മൾ എന്ത് ഡിസ്കസ് ചെയ്തു? 5-ാം തീയതി വെള്ളിയാഴ്ച ഡിസ്കസ് ചെയ്തു. യു റിമെമ്പർ, അതായിരുന്നു ലാസ്റ്റ് ആർട്ടിക്കിൾ നമ്മൾ ഡിസ്കസ് ചെയ്ത്. അപ്പൊ നമ്മൾ പറഞ്ഞല്ലോ, ഈ പറയുന്ന ശരിക്കും ഈ പൈസ കുറച്ച് നമുക്കൊരു റിലീഫായി. ശരിക്കും സാധാരണ റെക്കോർഡ് പമ്പ് പ്രൈസിൽ നിന്ന് കൺസ്യൂമേഴ്സിന് കുറച്ച് റിലീഫായി, കുറച്ച് സമാധാനം കിട്ടി അല്ലേ. എന്നാൽ സെൻട്രൽ അസേർട്ട് ചെയ്യാണ് ഈ ഡിസിഷൻ എന്താണ്? ഇക്കണോമിക് റിക്കവറിക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ കുറയ്ക്കുന്നത്, വേറെ ഒന്നും കൊണ്ടല്ല. നമ്മുടെ ഇക്കോണമി ഒന്നും നിലനിന്ന് പോകണ്ടേ, വി ഹാവ് ടു അല്ലെ, ഒന്ന് ഇത് ചെയ്ത് പോകണം. നമുക്കൊന്ന് എന്ത് ചെയ്യണം? അതിനൊന്ന് ബൂസ്റ്റ് ചെയ്യണം അല്ലെ, ഇമ്പാർട്ട് ചെയ്യണം. നമുക്കതിനെ എന്ത് ചെയ്യണം? കൺവേ ചെയ്തിട്ട് എന്ത് ചെയ്യണം? വി ഹാവ് ടു കൺവേ എ ഫിൽപ്പ്, ഒരു ബൂസ്റ്റ്, ഒരു എൻകറേജ്മെന്റ് കൊടുക്കണം നമ്മുടെ എക്കണോമിക് റിക്കവറിക്ക് വേണ്ടിയിട്ട്. അതിനു വേണ്ടിയിട്ടാണ് ഞങ്ങൾ എന്ത് ചെയ്യുന്നത്? ഈ പൈസ കുറയ്ക്കുന്നതെന്ന് നിങ്ങൾ പറയുമെങ്കിലും മാത്രമല്ല, അത് മാത്രമാണോ ഇൻഫ്ലേറ്റഡ് പൈസ കൂടിക്കൊണ്ടിരിക്കില്ല, പൈസയുടെ പണപ്പെരുപ്പം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിനൊന്ന് ഈസിയാണ്, അതിനൊന്ന് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടി, ആ പ്രഷർ റെഡ്യൂസ് ചെയ്യാനും കൂടി വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇത് ചെയ്തത് എന്നാണ് ആര് പറഞ്ഞത്? നമ്മുടെ സെന്റർ പറഞ്ഞതെങ്കിലും നമുക്കറിയാം ഇതിലൊരു പൊളിറ്റിക്കൽ സിഗ്നിഫിക്കൻസും കൂടി ഉണ്ട്, നമ്മളൊന്ന് കൃത്യമായിട്ട് ഓവർലുക്ക് ചെയ്താൽ അല്ലെ. ബിക്കോസ് സിഗ്നിഫിക്കൻസ് ഓഫ് ഇറ്റ് ടൈമിംഗ് വാസ് ഹാർഡ് ടു ഓവർലുക്ക്. ഹാർഡ് ടു ഓവർലുക്ക് എന്ന് പറഞ്ഞാൽ ഹാർഡ് ടു നോട്ടീസ് അല്ലെ, ഇറ്റ്സ് ഡിഫിക്കൽട്ട് ടു നോട്ടീസ്. Hard to overlook, not difficult to notice.
ശ്രദ്ധിക്കാതിരിക്കാൻ പറ്റില്ല. കാരണം എന്താ BJP കഴിഞ്ഞ ദിവസം ഇലക്ഷനിൽ വെച്ച് ബൈപോൾസിൽ വെച്ചിട്ട് ഒരുപാട് സ്ഥലത്ത് BJP പ്രതീക്ഷിക്കാതെ നമുക്ക് തോൽക്കുന്നത് നമ്മൾ കണ്ടായിരുന്നു. അപ്പൊ അതെല്ലാം കൊണ്ടാണ് ഈ പൈസ കുറച്ചത്. കാരണം ഇല്ലെങ്കിൽ നിലനിൽപ്പില്ല എന്ന് മനസ്സിലായി. അതുകൊണ്ട് ഓർക്കുക, അത് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാൻ പറ്റുന്നത് എന്താ, ഗവൺമെന്റ് നല്ല ശ്രദ്ധയോടെ കീനായിരുന്നു, ഒബ്സർവേഷനിലാണ് നിൽക്കുന്നത് ഈ ക്യാപിറ്റലിനെ പറ്റി. കാരണം ഈ റിഡക്ഷൻ കുറച്ചില്ലെങ്കിൽ അത് ക്ലിയർ, അത് നമുക്ക് കുറച്ചില്ലെങ്കിൽ പറ്റില്ല എന്ന് അവർക്ക് മനസ്സിലായി. എപ്പോഴാ ഇറ്റ് മെയ്ഡ് ക്ലിയർ, അവർ ഒബ്വിയസ് ആക്കിയത്, ക്ലിയർ ആക്കിയത് എപ്പോഴാണ്? 2 ദിവസത്തിന് ശേഷം. നിങ്ങൾ കണ്ടു കാണുമായിരിക്കും. ടു കോൾ ഔട്ട് എന്ന് പറഞ്ഞാൽ സമൻ വിളിച്ചു. ആരാണ്? സ്റ്റേറ്റ്സിനെ വിളിച്ചു. ഏതൊക്കെ സ്റ്റേറ്റ്സിനെ? ഒപ്പോസിഷണൽ പാർട്ടീസ് ഭരിക്കുന്ന സ്റ്റേറ്റ്സിനെ വിളിച്ചു, സമ്മൻ ചെയ്തു. അവിടുത്തെ മിനിസ്റ്റേഴ്സിനെ വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ, എന്താണ് ഈ ഇത് കൊടുക്കണം, റേറ്റ് നമ്മൾ ഇത് കുറച്ച് കൊടുക്കണം അല്ലേ, നമ്മുടെ വാറ്റ് റെഡ്യൂസ് ചെയ്യണം, ഇല്ലെങ്കിൽ ശരിയാവില്ല എന്നൊക്കെ പറഞ്ഞ് അവർ വിളിച്ചു. അതാണ് ഇവിടെ പറഞ്ഞു വരുന്നത് കേട്ടോ. ഹിമാചൽ സ്പോൺസർ ദീപാവലി റിഡക്ഷൻ, യെസ്. പഞ്ചാബ് കുറച്ചു അല്ലേ, നിങ്ങൾ കണ്ടു കാണുമായിരിക്കും. അതൊക്കെ എന്തുകൊണ്ടാണ്? ഇത് നമ്മൾ കൃത്യമായിട്ട് അവിടെ വിളിച്ച് പറഞ്ഞു, നമ്മൾ BJP നമ്മുടെ ഗവൺമെന്റ് വിളിച്ചു പറഞ്ഞു ഇങ്ങനെയാണ് കാര്യം. ഓക്കെ, ഇതുവരെ കേരളം ഓക്കെ ആയിട്ടില്ല. യെസ്, പിണറായി വിജയൻ പറയുന്നു നോ, ഇറ്റ് ഇസ് നോട്ട് ഗോയിങ് ടു ഹാപ്പൻ എന്നാണ് പറയുന്നത്. അത് തന്നെ, കുറച്ച് കൂടെ ഇലക്ഷൻ വന്നാൽ ചിലപ്പോൾ രക്ഷപ്പെടും എന്നാണ് എനിക്കും തോന്നുന്നത്. യെസ്, ദാറ്റ് വർ യെറ്റ് ടു മേക്ക് എ മെൻസുറേറ്റ് വാറ്റ് റിഡക്ഷൻ. അപ്പൊ ഇനിയും ഉണ്ട് കുറെ ആൾക്കാർ, നമ്മൾ കേരളം അടക്കമുള്ള സ്റ്റേറ്റുകളിൽ ഇനിയും ഉണ്ട് വാറ്റ് റിഡക്ഷൻ വരുത്താനായിട്ട്. വിത്ത് എ ക്ലച്ച് ഓഫ് ക്രൂഷ്യൽ സ്റ്റേറ്റ് ഇലക്ഷൻസ് ഇൻക്ലൂഡിംഗ് ടു ദ പ്രൈസ് UPSM plea due to early next year, the BJP is keen to regain control of the narrative, especially given the heightened public concern over inflation and the surge in fuel prices. As far as the economy is concerned, the reduction in fuel bills is bound to have a salutary impact on inflation, as diesel is the main fuel for freight carriage and impacts the cost of everything requiring to be transported. The softening in transportation costs ought to provide some cushion to the orga. നമ്മൾ പറഞ്ഞല്ലോ, ഈ ചില സ്റ്റേറ്റുകൾ ഇപ്പോഴും റിഡക്ഷൻ കൊടുത്തിട്ടില്ല, വാറ്റ് റിഡക്ഷൻ കൊടുത്തിട്ടില്ല. അപ്പൊ നോക്കി, ഇത് വലിയൊരു പ്രശ്നമായിരിക്കും. എന്താ, സ്റ്റേറ്റ് ഇലക്ഷൻ വരുമ്പോൾ അത് വലിയ പ്രശ്നമായിരിക്കും. കാരണം UP അസംബ്ലിയിലോട്ട് വരുമ്പോൾ നെക്സ്റ്റ് ഇയറിലെ ഇത് വരുമ്പോഴേക്കും ആലോചിച്ച് നോക്കാം. അപ്പൊ BJP വളരെ കീനായി ഇക്കാര്യത്തിൽ. അവിടെ UPയിൽ നമ്മൾ എന്താ റീഗെയിൻ ചെയ്യണം, പവർ റീഗെയിൻ ചെയ്യണം എന്നുള്ളത് അവരുടെ ഒരു വലിയൊരു അജണ്ട തന്നെയാണ്. ഓക്കെ, അടുത്ത കാര്യം നോക്കുക, ഇതിൽ നമുക്ക് വേറൊരു പ്രശ്നം കൂടെ ഉണ്ട്. നമ്മൾ ഇൻഫ്ലേഷൻ വലിയ കാര്യമായിട്ട് നമ്മൾ ബാധിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അപ്പോ ഇൻഫ്ലേഷൻ ഇത്രത്തോളം ബാധിക്കുമ്പോൾ ഇതിപ്പോ എന്താ വീണ്ടും വന്നേക്കണേ? ഓക്കെ, യെസ്, ലെറ്റ്സ് ഡു ഇറ്റ്. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു ഇൻഫ്ലേഷൻ കാരണം അല്ലെ, പണപ്പെരുപ്പം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ ഫ്യൂൽ പ്രൈസിന്റെ ഹൈക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ അത് നമ്മൾ ഒരുപാട് ബാധിക്കും അല്ലെ, അത് ഒരുപാട് ബാധിക്കും. അപ്പൊ BJP അത് എന്തുകൊണ്ട് അറിഞ്ഞു ചെയ്യണം, അതാണ് ദാറ്റ് ഇസ്. ഓക്കെ, ആലോചിച്ച് നോക്കുക. മാത്രമല്ല, എക്കോണമിയെ കൺസിഡർ ചെയ്യുമ്പോൾ നമ്മൾ ഓർക്കുക, ഈ റിഡക്ഷൻ കൊടുത്തില്ലെങ്കിൽ അതിന് വലിയ പ്രശ്നമായിരിക്കും. സോ അതൊരു വലിയൊരു ബെനിഫിഷ്യൽ ഇമ്പാക്റ്റ് ആയിരിക്കും ഇൻഫ്ലേഷന്റെ കാര്യത്തിൽ. കാരണം നമുക്കറിയാം, ഇലക്ഷനൊക്കെ വരുമ്പോൾ ഏറ്റവും കൂടുതൽ മെയിൻ ട്രാൻസ്പോർട്ടേഷൻ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് എന്താ? ഫ്രൈറ്റ് ക്യാരേജ് ആണ്. ഫ്രൈറ്റ് ക്യാരേജ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം നമുക്കറിയില്ലേ? ഫ്രൈറ്റ് എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ പറഞ്ഞു, എന്താണ്? ലോഡില്ലേ, നമ്മുടെ ലോഡ് കൊണ്ടുപോകുന്ന ട്രക്കുകളില്ലേ? ഓക്കെ, ആ ട്രക്കുകളാണ് ഏറ്റവും കൂടുതൽ എന്ത് ചെയ്യുക, ഫ്യൂല് കൊണ്ടുപോകുന്നത്. മെയിൻ അല്ലെ, അതാണ് മെയിൻ ആയിട്ട് കൊണ്ടുപോകുന്നത്. ആ ഒരു ട്രക്കുകളാണ് അവരുടെ മെയിൻ ഫ്യൂൽ എന്ന് പറഞ്ഞാൽ ഡീസലാണ്. അപ്പൊ പൈസ കൂടിക്കൊണ്ടിരുന്നത് ഒരുപാട് അഫക്ട് ചെയ്യും അവരെ, ട്രാൻസ്പോർട്ടേഷൻ ഒരുപാട് അഫക്ട് ചെയ്യും. അപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് സോഫ്റ്റൻ ചെയ്യണമെങ്കിൽ ഈ പറയുന്ന പൈസ കുറയ്ക്കണം, ഒബ്വിയസ്ലി അല്ലെ, അതൊക്കെ റിലേറ്റഡ് ആണ്. അപ്പൊ എന്തായാലും കുറയ്ക്കണം. അപ്പോൾ അങ്ങനെ പൈസ കുറച്ച് ഇറ്റ് വുഡ് ബി സം കുഷൻ എന്ന് പറഞ്ഞാൽ ഒരു റിലീഫ്. നമ്മൾ എന്തുകൊണ്ടാണ് ചെയറിൽ കുഷൻ ഇടുന്നത്, അല്ലെങ്കിൽ കാറിൽ സീറ്റിൽ ഇരിക്കുമ്പോൾ കുഷൻ വെക്കുന്നത് എന്തുകൊണ്ടാണ്? നമുക്ക് ഇരിക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടല്ലേ, സോ അതിനൊരു റിലീഫ് കിട്ടാൻ വേണ്ടിയിട്ടല്ലേ. സോ ദാറ്റ്സ് ഹൗ ഇറ്റ് ഇസ് ടു ബ്രിങ് സം കുഷൻ എന്ന് പറഞ്ഞാൽ കുറച്ച് റിലീഫ് കൊണ്ടുവരും നമുക്ക് ടു ദ മാനുഫാക്ചറിങ് സെക്ടർ. അപ്പൊ ഇത് വേറെ ട്രാൻസ്പോർട്ടേഷൻ സെക്ടർ മാത്രമല്ല, ഇറ്റ് ഓൾസോ ബ്രിങ്സ് സം കുഷൻ ടു ദി manufacturing sector, which has had to cope with surging input prices at a time when demand is still tenuous. The additional cash left in the wallets of consumers may also provide a small bump in consumption, though the durability of the stimulus will hinge on how global oil prices behave in the coming weeks and months. Global oil prices have been on a boil this year, and the World Bank Group projected last month that average crude prices would end 2021 with a gain of about 70%, with the Indian crude basket having risen on average almost 62% in the 10 months through. പറഞ്ഞു വരുന്ന നോക്കിക്കേ. അപ്പോൾ നമ്മുടെ ട്രാൻസ്പോർട്ടേഷൻ സെക്ടറിൽ മാത്രമല്ല, മാനുഫാക്ചറിങ് സെക്ടറിലും അശ്വിൻ വേണമെന്ന് തോന്നുന്നല്ലേ. ഇതെന്താ ഇത് എനിക്കറിയത്തില്ല, എല്ലാ തവണവും ഇത് വരുന്നുണ്ട്. ഞാൻ പിന്നെയും തൽക്കാലത്തേക്ക് നമ്മളത് ഹൈഡ് ചെയ്യുന്നു, റിപ്പോർട്ട് ചെയ്ത് വിടുന്നുണ്ട്. ബട്ട് ഇറ്റ്സ് റിയലി ഡിഫിക്കൽട്ട് അല്ലേ. എപ്പോഴും നമ്മുടെ സെഷനിൽ കയറി വരും.
ആരും അറിഞ്ഞുകൊണ്ട് വരുന്നതെന്ന് തോന്നുന്നു, ഈ ഡിസ്ലൈക്ക് ഇടുന്ന കക്ഷിയാണെന്ന് തോന്നുന്നു, എപ്പോഴും കയറി നമ്മളെ ശല്യപ്പെടുത്താൻ വേണ്ടി വരാറില്ല. എനിക്ക് തോന്നുന്നു സെയിം ആള് തന്നെയാണെന്ന് തോന്നുന്നു, മേ ബി, ലെറ്റ്സ് സി. അപ്പോൾ പറഞ്ഞു വന്നല്ലോ, നമുക്ക് അതിനെ ഒന്നും ശ്രദ്ധ കൊടുക്കണം, ലെറ്റ്സ് സ്റ്റഡി, ലെറ്റ്സ് ലേൺ. അപ്പോൾ മാനുഫാക്ചറിങ് സെക്ടറിൽ ഇഫക്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് വി ഹാവ് ടു ഡീൽ വിത്ത് ഈ പ്രോബ്ലത്തെ നമ്മൾ ഡീൽ ചെയ്യണം അല്ലേ. സർജിങ് പ്രൈസസ് അല്ലേ, ഇൻപുട്ട് പ്രൈസസ് കൂടിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ അതേസമയം മാനുഫാക്ചറിങ് സെക്ടർ ഏറ്റവും കൂടുതൽ അഫക്ട് ചെയ്യുന്ന എന്താ, പ്രൈസ് കൂടിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. പ്രൈസ് റേറ്റ് കൂടിക്കൊണ്ടിരിക്കുകയാണ്, ഇൻപുട്ട് പ്രൈസ് റേറ്റ് കൂടിക്കൊണ്ടിരിക്കുന്നു. അതേസമയം ഡിമാൻഡ് വളരെ കുറവാണ്, സ്റ്റിൽ ടെൻവേഴ്സ് വളരെ കുറവാണ് അല്ലേ. ഇതാണ് പറയുന്നത്, വളരെ കുറവാണ് ഡിമാൻഡ്, അതേസമയം ഇൻപുട്ട് പ്രൈസ് കൂടിക്കൊണ്ടേയിരിക്കുന്ന ഒരു അവസ്ഥ, അതാണ് പറയുന്നത്. അപ്പോൾ നോക്കിയേ, അപ്പോൾ കൺസ്യൂമേഴ്സിനെ സംബന്ധിച്ച് അവരുടെ കയ്യിലുള്ള ഒരു കുറച്ച് മാറ്റി വെച്ചേക്കുന്ന കുറച്ച് പൈസ ഉണ്ടല്ലോ, അത് എന്ത് ചെയ്യാം, അത് നമുക്ക് കുറച്ച് നാളത്തേക്ക് കൺസംഷന് വേണ്ടി, ഡ്യൂറബിലിറ്റിക്ക് വേണ്ടി കുറച്ച് നാളത്തേക്ക് കൊണ്ടുപോകാം. എന്നാൽ ഗ്ലോബൽ ഓയിൽ പ്രൈസ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും, അടുത്ത വീക്കിലും അടുത്ത മന്തിലോട്ട് ആകുമ്പോൾ, കമ്മിങ് മന്തിൽ കൂടിക്കൊണ്ടിരിക്കുവാണെങ്കിൽ ഇറ്റ് വിൽ ക്രിയേറ്റ് എ സ്മോൾ ബംബ്. ഒരു പ്രശ്നമായിരിക്കും നമുക്ക്, ഒരു പ്രശ്നം. ബംബ് എന്ന് പറയുമ്പോൾ തന്നെ ഒരു ഒബ്സ്റ്റക്കിൾ ആണ്, ഒരു ഹിൻഡ്രൻസ് ആണ്, യു നോ ഇറ്റ് അല്ലേ. അപ്പോൾ ഒരു തടസ്സമാണ് അല്ലെ, ഒരു ബംബ്. നമ്മൾ വഴി പോകുമ്പോൾ, ഒരു വണ്ടി പോകുമ്പോൾ ബംബ് ഉണ്ടെങ്കിൽ യു നോ ഇറ്റ്, സ്ലോ ഡൗൺ ഓർ കൺസംഷൻ, ഇറ്റ് പ്രൊവൈഡ് ബംബ്, സ്ലോ ഡൗൺസ് കൺസംഷൻ, അതാണ് പറയുന്നത്. മാത്രമല്ല ഗ്ലോബൽ ഓയിൽ പ്രൈസസിനെ പറ്റി നോക്കി ആലോചിക്കുക, ഇറ്റ്സ് ഓൺ എ ബോയിൽ എന്ന് പറഞ്ഞാൽ ഓൺ എ റൈസ്, റൈസിലാണ് ഹൈക്കാണ് അല്ലെങ്കിൽ റൈസ് ആണ്, കൂടിക്കൊണ്ടിരിക്കുകയാണ് ദിസ് ഇയർ. നമുക്കറിയാം, അത് വേൾഡ് ബാങ്കും പ്രൊജക്ട് ചെയ്തു. ലാസ്റ്റ് മന്തിൽ ആവറേജ് എടുത്തപ്പോൾ ക്രൂഡ് പ്രൈസിന്റെ ഇത് എൻഡ് ഓഫ് ഇതിൽ പറയാണ് 2021 വരുമ്പോഴേക്കും നമുക്ക് എത്രത്തോളം പൈസ കിട്ടുമെന്ന് പറയുന്നത്, അതിൽ നിന്നൊരു 70% പൈസ എത്രയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ബിക്കോസ് നമ്മൾ ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്ന ഈ പറയുന്ന കൺസ്യൂമേഴ്സ് ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു കാര്യമാണ് വണ്ടികൾ അല്ലേ. നമ്മുടെ മാനുഫാക്ചറിങ് സെക്ടറിൽ ഏറ്റവും കൂടുതൽ എടുത്താൽ, അല്ലെങ്കിൽ നമ്മുടെ ട്രാൻസ്പോർട്ടേഷൻ സെക്ടറിൽ ഏറ്റവും താഴത്തിലുള്ള വീട്ടിലെ ആൾക്കാർ പോലും കൂടുതലായിട്ട് എടുത്തു. ഏറ്റവും ലോവസ്റ്റ് ക്ലാസ്സിലെ എല്ലാ വീട്ടിലും ഒരു സ്കൂട്ടറെങ്കിലും കയ്യിലുണ്ടാവും, ഒരു 2 വീലർ എന്തായാലും കയ്യിലുണ്ടാവും. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, നമുക്കറിയാം കോവിഡ് വന്നേ പിന്നെ ട്രാൻസ്പോർട്ടേഷൻ സെക്ടർ നമ്മൾ ആകെ മാറി, പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ഡിപ്പെൻഡൻസി നിർത്തി നമ്മളിപ്പോൾ കൂടുതലും പ്രൈവറ്റിലോട്ടായി അല്ലേ. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ അഫക്ട് ചെയ്യാൻ പോകുന്നതാണ്. പിന്നെ ഇന്ത്യൻ ക്രൂഡ് ബാസ്ക്കറ്റിലോട്ട് എടുക്കുവാണെങ്കിലോ ആവറേജ് വേൾഡ് ബാങ്ക് മൊത്തത്തിൽ എടുക്കുമ്പോഴാണ് 70% ഹൈക്ക് പറയുന്നത്. ഇന്ത്യ മൊത്തത്തിൽ എടുക്കുവാണെങ്കിൽ 62% ഇൻ ദ 10 months, 10 മാസത്തിൽ 60% പൈസ ഇതിൽ നിന്ന് കിട്ടുവാണ് ഹൈക്ക്. വേറെ എവിടെ ഇല്ലാത്ത ഒരു ഇതാണ് നമ്മുടെ പെട്രോൾ, ഈ ഡീസൽ, ആ ഒരു കൺസ്യൂമർ ഇതിൽ ഫ്യൂവൽ പ്രൈസസിന്റെ കാരണം കിട്ടുന്നതെന്ന് ഓർക്കുക. ത്രൂ ഒക്ടോബർ, വെറും ഒക്ടോബറിലാണ് ഈ കാര്യം നടന്നത്. അപ്പോൾ ഇനി വരുമ്പോഴൊന്ന് ആലോചിച്ച് നോക്കിയേ. ആൻഡ് ദ ഹിസ്റ്റോറിക്കൽ ട്രെൻഡ് സജസ്റ്റിംഗ് എ ഫേമിംഗ് ഓഫ് പ്രൈസ് ടുവേർഡ്സ് ദ end year, when the northern hemisphere's winter usually pushes up energy demand, there is a real risk that Indian refiners may be left with little option but to continue raising retail prices. The onus would then be again on the center to make further cuts to the duty it had raised last year. States run by other parties should take the cue from Tamil Nadu and Punjab and bring down the prices at the outlets and not hold back for political or revenue reasons. അപ്പോൾ നോക്കി പറഞ്ഞു വരുന്ന വലിയൊരു വാർണിംഗ് ആയിട്ടാണ് നമ്മുടെ ഓർഡർ നിർത്തുന്നത്. അപ്പോൾ ഒക്ടോബർ ആയപ്പോഴേക്കും ഇത്ര ഹൈക്ക് വരുന്നു എന്ന് പറഞ്ഞില്ലേ, അത് പറയാണ്. അപ്പോൾ ഈ ട്രെൻഡ് ഒരു ഹിസ്റ്റോറിക്കൽ ട്രെൻഡ്, പണ്ട് കാലം മുതലുള്ള ട്രെൻഡ് അനുസരിച്ച് നമുക്ക് എന്താ പറയുക, പ്രൈസസ് കൂടിക്കൊണ്ടിരിക്കും. എപ്പോഴാണ് നമ്മുടെ നോർത്തേൺ ഹെമിസ്ഫിയറിൽ നമ്മുടെ ഇയർ എൻഡ് ആകുമ്പോഴേക്കും, ഓൾമോസ്റ്റ് ഒരു ഡിസംബർ മന്ത് ആകുമ്പോഴേക്കും നോർത്തേൺ ഹെമിസ്ഫിയറിലോട്ട് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം, അവിടെ വിന്റർ ആണ് അല്ലേ. നമുക്ക് വിന്റർ നന്നായിട്ട്, ഡൽഹി ആ ഭാഗമൊക്കെ മഞ്ഞ് വീഴ്ച, ഹിമാചൽ പ്രദേശ്, യു നോ ഹൗ ഇറ്റ് ഇസ് അല്ലേ. ഉത്തരാഖണ്ഡ് ആ ഒരു ഭാഗത്തോട് നോക്കി ആ സമയത്ത് മഞ്ഞുവീഴ്ച കൂടുന്ന സമയമാണ്. ബിക്കോസ് ഡിസംബർ നവംബർ എൻഡ് ഈ ഒരു സമയം ആകുമ്പോഴേക്കും നല്ല തണുപ്പ് ഏറിയ ഒരു ഭാഗമാണ്. എന്തിനാ ഇടുക്കി വയനാട് പോലെയുള്ള റീജിയനിൽ പോലും ഇപ്പൊ തണുപ്പ് തുടങ്ങിയിട്ടുണ്ട് ഏരിയ. പണ്ടത്തെ അത്ര ഇല്ലെങ്കിലും തണുപ്പ് തുടങ്ങി. നമുക്ക് നവംബർ മാസം ഒരു പകുതി ആകുമ്പോഴേക്കും നമുക്ക് നല്ല തണുപ്പാണ് ഏരിയ ആണ്. അപ്പോൾ രാവിലേക്ക് ആകുമ്പോഴേക്കും നല്ല ജലദോഷവും ഒക്കെ നമുക്ക് തോന്നും. വി ഡോണ്ട് ഫീൽ ലൈക്ക് ഗെറ്റിംഗ് അപ്പ് ഏർലി ഇൻ ദ മോർണിംഗ്. വളരെ ബുദ്ധിമുട്ടാണ്, വളരെ കഷ്ടപ്പെട്ടാണ് ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് എനർജി ഡിമാൻഡ് കൂടും. നമുക്ക് എനർജി ഡിമാൻഡ് കൂടുന്ന ഒരു സമയമാണ്, അറിയാലോ. യെസ് ഇറ്റ് ഈസ്. അപ്പോൾ അവിടെയാണ് ഏറ്റവും ഇന്ത്യൻ റിഫൈനേഴ്സിന് ഏറ്റവും കൂടുതൽ റിസ്കി ഫാക്ടർ വരാൻ പോകുന്നത്. കാരണം എന്താ, അവർക്കൊന്നും ചെയ്യാതിരിക്കാൻ പറ്റില്ല. they have no option അല്ലെ. ലിറ്റിൽ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ they have no option. അവിടെ അവർക്ക് they are left with no option at all. എന്താ ചെയ്യണം, but to continue raising retail prices. പക്ഷെ എന്ത് ചെയ്യണം, റീറ്റെയിൽ പ്രൈസ് കൂട്ടുക എന്നുള്ള മാത്രം അവർക്ക് ഒരു ഓപ്ഷൻ ആയിട്ടുള്ളൂ. അങ്ങനെ വരുമ്പോൾ ഓണസ് ബർഡൻ അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റി, ലയബിലിറ്റി ആരുടെ മുമ്പിലാണ്, സെന്ററിനാണ് റെസ്പോൺസിബിലിറ്റി വരിക. ടു മേക്ക് ഫർദർ കട്ട്സ്, ഇനിയും കുറയ്ക്കണം, ടാക്സ് കട്ട് ചെയ്ത് എടുക്കണം. അതായത് ഇത് കഴിഞ്ഞ വർഷം ഇവർ റേസ് ചെയ്ത അതേ ടാക്സ് ആണെന്ന് ഓർക്കണം. ഇവർ തന്നെ കഴിഞ്ഞ വർഷം റേസ് ചെയ്ത അതേ ടാക്സ് ആണ്. ആ ടാക്സ് ഇവർ കുറച്ചില്ലെങ്കിൽ പ്രശ്നം ഇവർക്ക് തന്നെയാണ് വരുന്നത്. അപ്പോൾ പ്രശ്നം വീണ്ടും തിരിച്ചു വന്ന് സർക്കിൾ ഓഫ് ലൈഫ് എന്ന് പറയുന്ന പോലെ തിരിച്ച് ഇവർക്ക് തന്നെ അടിക്കും. അതുകൊണ്ട് നോക്കുക, അതൊന്ന് ശ്രദ്ധിക്കുക. അതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യം എന്നാണ് ഓദർ പറയുന്നത്. അപ്പോൾ മാത്രമല്ല
മറ്റ് പാർട്ടികൾ റൺ ചെയ്യുന്ന സ്റ്റേറ്റുകളുണ്ടല്ലോ, തമിഴ്നാട്, പഞ്ചാബ് പോലെയുള്ളവ, അവരെന്താ ചെയ്യുന്നത്? അവരിൽ നിന്ന് ക്യൂ എടുക്കണം എന്നാ പറഞ്ഞത്. മറ്റ് സ്റ്റേറ്റുകൾ എന്ത് ചെയ്യണം? മറ്റ് സ്റ്റേറ്റുകൾ നമ്മളെ കേരളം പോലെയുള്ള മറ്റ് സ്റ്റേറ്റുകളിൽ BJP ഭരിക്കുന്ന അല്ലാത്ത മറ്റ് സ്റ്റേറ്റുകൾ എന്ത് ചെയ്യണം? ദേ ഹാവ് ടു ടേക്ക് ദ ക്യൂ എന്ന് പറയുമ്പോൾ ദേ ഹാവ് ടു ഡു വാട്ട് ദേ ഡിഡ്. അവർ ചെയ്ത പോലെ പഞ്ചാബും ഹരിയാനയും പോട്ടെ, പഞ്ചാബും തമിഴ്നാടും ചെയ്തതുപോലെ അവർ തന്നെ എന്ത് ചെയ്യണം? പ്രൈസ് ഔട്ട്ലെറ്റ് കുറയ്ക്കുക, പ്രൈസ് കട്ട് ഡൗൺ ചെയ്യുക. ടു ബ്രിങ് ഡൗൺ ദ പ്രൈസസ്. ബ്രിങ് ഡൗൺ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ബ്രിങ് ഡൗൺ ടു മേക്ക് ലെസ് അല്ലേ? മേക്ക് ലെസ് അല്ലെങ്കിൽ വീക്കൻ എന്നൊക്കെയാണ് അർത്ഥം. ഞാൻ പറഞ്ഞിട്ടില്ലേ, വീക്കൻ ദ പ്രൈസസ് അല്ലെങ്കിൽ മേക്ക് ലെസ് എന്നൊക്കെയാണ്. ലെസൺ, വീക്കൻ എന്നൊക്കെയാണ് അർത്ഥം. ഓർമ്മയുണ്ടോ? ഞാനിത് നിങ്ങളോട് പറഞ്ഞു തന്നതാണ്. ടു ബ്രിങ് ഡൗൺ എന്ന് പറഞ്ഞു, ടു ബ്രിങ് ഡൗൺ ദ ഫീവർ, ലെസൺ, വീക്കൻ, മിറ്റിഗേറ്റ് എന്നൊക്കെയാണ് അർത്ഥം. ഓർത്തു വെക്കുക, ഇതാണ് നമ്മൾ പഠിച്ചതാണ്. മിറ്റിഗേറ്റ്, വീക്കൻ, ലെസൺ ഒക്കെ പറഞ്ഞു. അപ്പോൾ പ്രൈസസ് കുറയ്ക്കണം ഇവര്, അല്ലാതെ നോട്ട് ഹോൾഡ് ബാക്ക് ഫോർ പൊളിറ്റിക്കൽ റവന്യൂ റീസൺസ്. അല്ലാതെ പൊളിറ്റിക്കൽ റീസൺസിനോ റവന്യൂ കിട്ടുന്നത് ഈ പറയുന്ന പ്രൈസിൽ നിന്നല്ലേ, പെട്രോൾ പ്രൈസിൽ നിന്നല്ല, ഡീസലിൽ നിന്നൊക്കെ അല്ലേ. അപ്പൊ ഈ പൈസ കുറച്ച് നമ്മുടെ റവന്യൂ കുറയില്ലേ, നമ്മുടെ ട്രഷറിയിൽ പൈസ കുറയില്ലേ എന്ന് വിചാരിച്ചിട്ടോ, അല്ലെ പൊളിറ്റിക്കൽ റീസൺസ് വെച്ചിട്ടോ ഇങ്ങനെ ഹോൾഡ് ബാക്ക് ചെയ്തുകൊണ്ടിരുന്നാൽ, അത് പിടിച്ചു വെച്ചുകൊണ്ടിരുന്ന വാട്ട് ഹാപ്പൻസ്? അവിടെ പ്രശ്നമാകുമെന്നാണ് നമ്മുടെ ഓതർ പറയുന്നത്. ആൻഡ് ഇറ്റ്സ് എ വാർണിംഗ്. യെസ്, ഇറ്റ്സ് എ വാർണിംഗ്. ഒരു വാർണിംഗ് ആയിട്ട്, വളരെ വാർണിംഗ് നമ്മുടെ വാർണിംഗ് ആണ്. ആൻഡ് ഇറ്റ് ഈസ് അനലിറ്റിക്കൽ. വളരെ അനലൈസ് ചെയ്ത് നന്നായിട്ട് അനലൈസ് ചെയ്തിട്ടാണ് ഓതർ ഇവിടെ പറഞ്ഞേക്കുന്നത്. ടോൺ ഇസ് അനലിറ്റിക്കൽ ആൻഡ് ഇറ്റ് ഈസ് ക്രിട്ടിക്കൽ ആസ് വെൽ. അപ്പോൾ ക്രിട്ടിക്കൽ ആയിട്ടുമാണ് ഇത് കൊടുത്തേക്കുന്നത്. ക്രിട്ടിക്കൽ, വാർണിംഗ്, അനലിറ്റിക്കൽ ആയിട്ടുള്ള ഒരു ടോണിലാണ് നമ്മുടെ ഇതൊക്കെ. അതെ, ആര് കുറയ്ക്കാനാ, ആര് കേൾക്കാനാ, ആര് കുറയ്ക്കാനാ അല്ലേ അശ്വിൻ? യെസ്, യാ, ഹോബ്സൺസ് ചോയ്സ്. യാ, ഇറ്റ് ഈസ്. യാ, ഓക്കെ. തളരില്ല രാമൻകുട്ടി, തളരില്ല. നീ ഇത് പറഞ്ഞത് നന്നായി. സത്യം, രാവിലെ ഇന്ന് ഞാൻ എന്തുകൊണ്ടാണ് താമസിച്ചത് നിനക്കറിയാം? എനിക്ക് പറ്റില്ല, ഞാൻ ഉറങ്ങിപ്പോയി. സോ ഐ എം റിയലി ഹാർഡ്. വളരെ ബുദ്ധിമുട്ടിയാണ് രാവിലെ ഇപ്പൊ എണീക്കുന്നത്. എനിവേ, യു അണ്ടർസ്റ്റാൻഡ് അല്ലേ? നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ, അത് മതി. ഓക്കെ, യാ, ലെറ്റ്സ് മൂവ് ഓൺ. അപ്പം മനസ്സിലായല്ലോ, നമ്മുടെ പ്രൈസ് ഹൈക്ക് കൂടുന്നതനുസരിച്ച് അത് ബാധിക്കും. എന്നാൽ കേരളം പോലെയുള്ള നമ്മൾ മറ്റ് പാർട്ടി ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ ഇതിൽ നിന്ന്, തമിഴ്നാട്ടിൽ നിന്നും പഞ്ചാബിൽ നിന്നും ഉൾക്കൊള്ളും അല്ലെ. ലേൺ എ ലെസൺ ഫ്രം ദം, ടേക്ക് ദ ക്യൂ ഫ്രം ദം ആൻഡ് റെഡ്യൂസ് ഇറ്റ്. അതാണ് നടക്കാൻ പോകുന്ന കാര്യം, നല്ലത് എന്നാണ് പറയുന്നത്. മനസ്സിലായല്ലോ എല്ലാവർക്കും? മനസ്സിലായെങ്കിൽ നമുക്ക് നേരെ പോകാം നമുക്ക് ഇന്നത്തെ സ്പോട്ട് ദ എറർ ക്വസ്റ്റ്യനിലോട്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു ഇത് നല്ലൊരു ആർട്ടിക്കിൾ ആയിരുന്നു. ലെറ്റ്സ് മൂവ് ഓൺ, അടുത്ത ആർട്ടിക്കിളോട്ട് പോകാം. ഓക്കെ, യെസ്, ആർട്ടിക്കിൾ അല്ല, സോറി, സ്പോട്ട് ദ എറർ ക്വസ്റ്റ്യൻ. കഴിഞ്ഞ ദിവസം സ്പോട്ട് ദ എറർ ക്വസ്റ്റ്യൻ ഓർക്കുന്നുണ്ടോ? ദ റൂറൽ സർവീസസ് സെക്ടർ ആൻഡ് ദി urban manufacturing sector were able to give employment to a significantly number of those who lost their jobs in October. ഇവിടെ ഏതാണ് എറർ? കുറച്ച് പേര് എറർ പറഞ്ഞിരുന്നു. നിങ്ങളൊന്ന് എറർ പറയാവോ? ആണോ ശരണ്യ? നമ്മൾ തുല്യ ദുഃഖിതരാണല്ലേ. വി ആർ എന്താ പറയാ, വി ആർ ദ സെയിം സൈഡ് അല്ലേ, ബോത്ത് സൈഡ്സ് ഓഫ് ദ സെയിം കോയിൻ ആണ് നമ്മുടെ പ്രശ്നം. അതാണ് എനിക്കറിയാം, ഒരു ദിവസത്തിൽ കെട്ടാൻ പറ്റുന്നൊക്കെ പറയില്ലേ, അതുപോലെ. ഓക്കെ, ആൻസർ പറഞ്ഞോളൂ, ഏതാണ് ആൻസർ? അപ്പോ ഇവിടെ ഏതാണ്? ദ റൂറൽ സെക്ടർ, സർവീസസ് സെക്ടർ ആൻഡ് ദ അർബൻ മാനുഫാക്ചറിംഗ് സെക്ടർ were able to give employment to a significantly number of those who lost their jobs in October. പറഞ്ഞു. Didactic one. ഓക്കെ, നമുക്കും എസ് ഒരു കോൺട്രവേഴ്ഷ്യൽ ടോപ്പിക് ആണെങ്കിൽ അനലിറ്റിക്കൽ ആയിട്ട് ന്യൂട്രൽ ആയിട്ട് എഴുതുന്നിരിക്കില്ല ബെറ്റർ. യെസ് ഹരിശ്രീ, അത് തന്നെ, അനലിറ്റിക്കലാണ് ഏറ്റവും നല്ല ബെസ്റ്റ് കാര്യം. അത് പോസിറ്റീവും നെഗറ്റീവും എഴുതിയിട്ട് അനലിറ്റിക്കലായിട്ട് എഴുതിയാൽ നിങ്ങളുടെ അപ്രോച്ച്, യു ആർ ക്രിട്ടിക്കൽ, അത് നിങ്ങൾക്ക് കൂടുതൽ പോയിന്റ് കിട്ടും. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ക്രിട്ടിക്കൽ തിങ്കിങ് നിങ്ങൾ നോക്കണം. അതാണ് ഞാൻ എപ്പോഴും പറയുന്നത്. സോ മേക്ക് ഷുവർ. ഇറ്റ്സ് നോട്ട് ഗുഡ് ടു ബി ബയസ്ഡ്. ബയസ്ഡ് ആയിരിക്കരുത്. ഞാൻ ഓൾറെഡി പറഞ്ഞു, മൾട്ടിപ്പിൾ പോയിന്റ് ഓഫ് വ്യൂവിൽ വേണം എഴുതാനായിട്ട്. വെരി ഗുഡ്. ഇന്ന് എല്ലാവരും ആൻസർ പറയുന്നുണ്ടല്ലോ. സിഗ്നിഫിക്കൻ്റ്ലി അല്ല, സിഗ്നിഫിക്കൻ്റ് ആണല്ലേ. ഇവിടെ നമുക്ക് അഡ്വേർബ് അല്ല വേണ്ടത്, അഡ്ജക്റ്റീവ് ആണ് വേണ്ടത്. കാരണം ഇവിടെ എന്താ, നമ്പർ അല്ലെ, എംപ്ലോയ്മെന്റ് ടു എ സിഗ്നിഫിക്കന്റ് നമ്പർ, നൗൺ ആണ്. നൗണിന് ക്വാളിഫൈ ചെയ്യുന്ന അഡ്ജക്റ്റീവ് ആണ്. സോ ആൻസർ ഇസ് റൈറ്റ്. വെരി ഗുഡ്. ബോട്ട്സ് ഓഫ് ദ സെയിം ഫെദർ ഫ്ലോക്ക് ടുഗദർ. യെസ് ഹരി. ഓക്കെ, മൂവിംഗ് ഓൺ. അപ്പൊ ഇന്നത്തെ സ്പോട്ട് ദ ക്വസ്റ്റ്യൻ പിടിച്ചോ. There remains delays in the stage where the central government transfers wages to the workers' accounts. There remains delays in the stage where the central government transfers wages to the workers' accounts. Okay, ഇതാണ് ഇന്നത്തെ സ്പോട്ട് ദ എറർ ക്വസ്റ്റ്യൻ. എല്ലാവരും ഒന്ന് നോക്കുക, ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക, എന്നിട്ട് ആൻസർ തരണം. ആൻസർ തരുന്നത് ഇവിടെയല്ല, ആൻസർ കോമന്റ് സെക്ഷനിൽ തരാം. സോ താങ്ക് യു സോ മച്ച് എവ്രി വൺ. അപ്പൊ എല്ലാവരും ഒന്ന് നോട്ട് ചെയ്ത് വെച്ചു എന്ന് വിചാരിക്കുന്നു. അതെ, ഒരേ തൂവൽ പക്ഷികളാണ് ഹരി, ഒരേ തൂവൽ പക്ഷികൾ. ഓക്കെ,
നോട്ട് ചെയ്തോളൂ. അപ്പൊ താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് അസ് ലൈവിൽ വന്ന എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ഫോർ യുവർ ഗ്രേറ്റ് പാർട്ടിസിപ്പേഷൻ കേട്ടോ. ആൻഡ് ജോയിൻ us on our ടെലിഗ്രാം ചാനൽ. നമ്മുടെ ടെലിഗ്രാം ചാനലിന്റെ പേര് കേരള PSC ഷോർട്ട് സെലക്ഷൻ. അപ്പോൾ നോട്ടിഫിക്കേഷൻ ഒക്കെ കിട്ടും, വീക്ക്ലി കറണ്ട് അഫയേഴ്സ് ഒക്കെ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. അപ്പോൾ റെക്കോർഡ് വീഡിയോ കാണുന്ന എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ആൻഡ് കീപ് സപ്പോർട്ടിങ്, കീപ് വാച്ചിങ്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട, കോമെന്റ് സെക്ഷനിൽ ആൻസേഴ്സ് അയക്കാം, സജഷൻസ് അയക്കാം, ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം ആൻഡ് ഷെയർ ഇറ്റ് അമംഗ് യുവർ ഫ്രണ്ട്സ്, ഫാമിലി മെമ്പേഴ്സ്, മറ്റ് ആസ്പിറൻസിലോട്ടൊക്കെ എത്തട്ടെ. ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അതുപോലെ തന്നെ നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യാം, എങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ആൻഡ് മോക്ക് ടെസ്റ്റുകൾ, ലൈവ് ക്വിസസ് ഒക്കെ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ചെയ്തു നോക്കുക. താങ്ക് യു സോ മച്ച്. സ്റ്റേ കണക്റ്റഡ്, ടേക്ക് കെയർ, ഹാവ് എ വണ്ടർഫുൾ ഡേ.